പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ്ഭാഗവതം ഭഗവാന്റെ വരാഹമൂർത്തിയായിട്ടുള്ള അവതാരം പാടിയതിനു ശേഷം പിന്നീട് കർദമ പ്രജാപതിയുടെയും ദേവഹൂതിയുടെയും പുത്രഭാവത്തിൽ ഭഗവാൻ ജ്ഞാനസ്വരൂപനായി കപിലനായി അവതരിച്ചു എന്നുള്ള രംഗമാണ് വർണ്ണിക്കുന്നത്. അതിനു മുന്നോടിയായി ബ്രഹ്മാവിൻ്റെ ഛായാസൃഷ്ടിയായിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്ന് ഉണ്ടായ കർദമ പ്രജാപതി ഭഗവാനെ വളരെ കാലം തപസ് ചെയ്തു എന്ന് പറയാം. അവിടെ സരസ്വതി നദിയുടെ തീരത്ത് 1000 വർഷം 10,000 വർഷം ഭഗവാനെ തപസ് ചെയ്തു. ഭഗവാനെ സഗുണോപാസനയാണ് ചെയ്തത്. ഭഗവാന്റെ ദിവ്യമായ സ്വരൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് സഗുണാകാരമായിട്ട് നിർഗുണ പരബ്രഹ്മമായിരിക്കുന്ന ഭഗവാനെ കിരീടിനും കുണ്ടലിനും ശംഖചക്ര ഗദാധരം ശ്വേതോത്പല ക്രീഡനകം മനസ്പർശസ്മിതേക്ഷണം എന്ന രീതിയിലൊക്കെയാണ് കണ്ടത്. അപ്പൊ ആ രീതിയിൽ ഭജിച്ചപ്പോൾ ആ രീതിയിൽ തന്നെ ഭഗവാൻ കർദമന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. കർദമന്റെ അടുത്ത് ബ്രഹ്മാവ് പറഞ്ഞു, എന്നെ സൃഷ്ടിയിൽ സഹായിക്കണം, പ്രജാസൃഷ്ടി ചെയ്യാൻ വേണ്ട വിവാഹമൊക്കെ നടത്തണം എന്ന് പറഞ്ഞപ്പോഴാണ് കർദമൻ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് ഈശ്വരാരാധനയോടുകൂടി വേണം എന്നുള്ളത് കൊണ്ട് ഈശ്വര അനുഗ്രഹം ഉണ്ടെങ്കിലേ അത് വേണ്ടതുപോലെ ആവുള്ളൂ എന്ന് അറിയാവുന്ന ആ കർദമൻ ഭഗവാനെ ഭജിക്കാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. തന്റെ മനസ്സിലെ ആഗ്രഹം മനോരഥങ്ങൾ സാധിതമായപ്പോ ഉണ്ടായ ഹർഷബാഷ്പം കൊണ്ടും അതേപോലെ തന്നെ രോമാഞ്ചം കൊണ്ടും ഒക്കെ അദ്ദേഹം ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ചു. കൃതാഞ്ജലി ഉപ്പുകൈകളുമായി സ്തുതിക്കുമ്പോ എന്താ പറയണത്? ഒന്നുമെന്ന പുണ്യമല്ല ദേവ, എല്ലാം നിൻ കാരുണ്യമൊന്നു മാത്രം. ഞാൻ ഈ 10,000 വർഷം തപസ് ചെയ്തു. അതെന്റെ കേമത്താണോ? ആ കേമത്തം കൊണ്ടാണോ അവിടുന്ന് ഇവിടെ അടിയന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്? അല്ല, അവിടുത്തെ ഭക്തവാത്സല്യം, അവിടുത്തെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ദർശന സൗഭാഗ്യം ഉണ്ടായത്. എൻ്റെ തപസ്സിന്റെ ശക്തിയൊന്നുമല്ല, അവിടുത്തെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് അവിടുത്തെ കാണാനായിട്ട് സാധിച്ചത്. അവിടുത്തെ പാദാരവിന്ദങ്ങളിൽ ഇപ്പതാ വീണ് നമസ്കരിക്കാൻ എനിക്ക് സാധിച്ചു. അവിടുത്തെ പാദാരവിന്ദങ്ങൾ എന്താണ്? ഭവസിന്ധുബോധം. പാദാരവിന്ദം ഭവസിന്ധുബോധം. ഭവസിന്ധു ഈ സംസാരമാകുന്ന സമുദ്രത്തിന്റെ മറുകര കടക്കാനുള്ള ഒരു തോണി, അത് അവിടുത്തെ പാദാരവിന്ദങ്ങളാണ്. അത് അടിയന് അനുഭവവേദ്യമായി വലിയ സന്തോഷമായി ഭഗവാനെ. ഭഗവാൻ ചോദിച്ചു, എന്താ വരം വേണ്ടത് എന്ന് ചോദിച്ചു. അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ കർദമൻ പറഞ്ഞു, ഞാൻ സത്യത്തിൽ അങ്ങ് പ്രത്യക്ഷപ്പെടുക, ഇതിൽ പരം വലിയൊരു വരം, വലിയൊരു സമ്പത്ത്, വലിയൊരു ആഗ്രഹ പ്രാപ്തി വേറെ ഏതാണുള്ളത്? അത് ലഭിച്ചു കഴിഞ്ഞു എനിക്ക്. എങ്കിലും ഞാൻ മറ്റൊന്നുകൂടി ആഗ്രഹിക്കുന്നു. എൻ്റെ പിതാവായ ബ്രഹ്മാവ്, ഒരർത്ഥത്തിൽ ആ ബ്രഹ്മാവ് അങ്ങയുടെ പുത്രനുമാണ്. അങ്ങനെയുള്ള ആ ബ്രഹ്മാവിൻ്റെ ആഗ്രഹപ്രകാരം എനിക്ക് പ്രജാസൃഷ്ടി ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. അങ്ങനെ പ്രജാസൃഷ്ടി ചെയ്യണമെങ്കിൽ ഒരു വിവാഹം നടക്കണം, ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കണം. ആ ഗൃഹസ്ഥാശ്രമത്തിന് യോജിച്ച ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം എന്ന ആഗ്രഹമുണ്ട്. അല്ലാതെ കേവലം ഇത്രയും ചെറിയൊരു കാര്യത്തിന് വേണ്ടി അവിടുത്തെ അടുത്ത് അല്ലേ, എല്ലാം തരാൻ കഴിവുള്ള അവിടുന്നാണ്, കൽപ്പവൃക്ഷമാണ് അവിടുന്ന്.
ഭക്ത പാരിജാതമാണ് അവിടുത്തെ മുമ്പിൽ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. എങ്കിലും അച്ഛൻ്റെ ആഗ്രഹത്തെ സാധിപ്പിക്കാൻ, അതിനുശേഷം അങ്ങയുടെ പാതാരബിന്ദങ്ങൾ തന്നെ ഭജിക്കണം എന്നാണ് അടിയന് ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, വിദിത്വാ തവ ചൈത്യം മേ പുരൈവ. ഞാൻ മുമ്പ് തന്നെ അങ്ങയുടെ ആഗ്രഹത്തെ, അങ്ങയുടെ മനസ്സിലുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനു വേണ്ട എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്യുകയും ചെയ്തു. നാരദ മഹർഷിയെ പറഞ്ഞയച്ച് സാക്ഷാൽ സ്വയംഭൂ മനുവിനെ കണ്ട് മനുവിൻ്റെ മധ്യമപുത്രിയായ ദേവഹൂതിയെ വിവാഹം ചെയ്യാനുള്ള ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ ദേവഹൂതിയെ വിവാഹം ചെയ്തോളൂ. ദേവഹൂതിയിലൂടെ അങ്ങക്ക് 9 പെൺകുട്ടികളുണ്ടാവും. 10ാമനായി സഹാഹം സ്വാംശകലയ ത്വദ്വീര്യേണ മഹാമുനി തവ ക്ഷേത്രേ ദേവഹൂത്യാം പ്രണേഷ്യെ തത്വസംഹിത. ഞാൻ ഈ ദേവഹൂതിയിലൂടെ ലോകത്തിന് അങ്ങയുടെ പുത്രഭാവത്തിൽ അവതരിച്ച് ലോകത്തിന് ആത്മതത്വത്തെ പ്രകാശനം ചെയ്യും. അപ്പം അതുകൊണ്ട് എല്ലാം അങ്ങേക്ക് മംഗളകരമായിട്ട് തീരും. ഗൃഹസ്ഥാശ്രമം ഏറ്റവും ധന്യമാവണമെങ്കിൽ എന്ത് വേണം? അവിടെ ഭാര്യാഭർത്തൃ ബന്ധം വളരെ നന്നാവണം. രണ്ടുപേരും ചേർന്നവരാവണം. ശ്രീരാമാവിൻ്റെ കഥയിൽ നമ്മളെ കേൾക്കും, അവിടെ സമാനശീലാവി തദീയ വല്ലഭ. എങ്ങനെയാണോ ശ്രീരാമാവ് അതേപോലെ തന്നെ ശ്രീരാമാവിൻ്റെ പത്നിയും എന്ന് കാണിക്കുന്നു. അപ്പം അങ്ങനെ ഇവിടെ ഭഗവാൻ അത് പറഞ്ഞ് അവിടുന്ന് അന്തർധാനം ചെയ്യും. ഭഗവാന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയെന്നാണ്. തൻ്റെ ഭക്തനെ കണ്ടപ്പോൾ ഭഗവാന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഞപതൻ അശ്രുബിന്ദവ, ഭഗവാന്റെ കണ്ണുകളിൽ നിന്ന് ഉതിർന്നു വീണ കണ്ണീർ തുള്ളികൾ ആ പ്രദേശത്തെ കൂടുതൽ ശുദ്ധമാക്കി. സരസ്വതി നദിയുടെ ആ പ്രദേശം പ്രത്യേകിച്ചും ബിന്ദു സരസ് എന്ന് അറിയപ്പെടാൻ തുടങ്ങി. ഭഗവാന്റെ ഹർഷബിന്ദുക്കൾ, ഹർഷാശ്രു ബിന്ദുക്കൾ വീണത സ്ഥലമാണ്. അതുകൊണ്ട് ആ സ്ഥലം ബിന്ദു സരസ് എന്നറിയപ്പെടുന്നു. അങ്ങനെ ആ ബിന്ദു സരസിന്റെ തീരത്തുള്ള ആശ്രമത്തിൽ തദ്വൈ ബിന്ദു സരോ നാമ സരസ്വത്യാ പരിപ്ലുതം. സരസ്വതി നദി ചുറ്റുമായിട്ട് ഒഴുകുന്ന ബിന്ദു സരസ്, ആ ബിന്ദു സരസിന്റെ തീരത്ത് അദ്ദേഹം ആശ്രമത്തിൽ ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 10,000 വർഷം തപസ് ചെയ്തിട്ട് നമുക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സാധാരണ ആളുകളൊന്നും പിന്നെ തപസ്സിൽ പുറപ്പെടില്ല, അല്ലേ? നമ്മളൊക്കെ തന്നെ ചെറിയ എന്തെങ്കിലും ഒരു കാര്യം, ഒരു വഴിപാട് ഭഗവാന് കഴിക്കാം എന്ന് തീർച്ചപ്പെടുത്തി കാര്യം നടന്നു, വഴിപാട് കഴിച്ചു, പിന്നെ ചിലപ്പോൾ ഭഗവാനെ കുറച്ച് കാലത്തേക്കൊന്നും ഓർക്കില്ല. ഇവിടെ അങ്ങനെയല്ല. അദ്ദേഹം വീണ്ടും തപസ് തന്നെ ചെയ്യാണ്. ഒരിക്കലും മറ്റൊരു ചിന്ത അദ്ദേഹത്തിനില്ല. വീണ്ടും അവിടെ ഇരുന്ന് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ആശ്രമത്തിന്റെ പ്രത്യേകത എന്താ? അവിടെ കദംബ ചമ്പകാശോക കരഞ്ജബകുളാസനൈ കുന്ദമന്ദാരകുടനൈശ്ചൂതബോധൈരലങ്കൃതം. നിരവധിയായിരിക്കുന്ന ലതകളും വള്ളികളും വൃക്ഷങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുള്ളതാണ്. മത്തദ്വിജഗണേർഭുഷ്ടം മത്തഭ്രമര വിഭ്രമം. തേൻ കുടിക്കാനായിട്ടുള്ള വണ്ടുകൾ ഒക്കെ പാറി പറന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ കാരണ്ടവൈ പ്ലവൈർ ഹംസൈ പുരരൈർ ജലകുക്കുടൈ. ഈ ജലത്തിൽ സഞ്ചരിക്കുന്ന പലതരത്തിലുള്ള ജീവികൾ, അതേപോലെ തന്നെ ക്രൂരമൃഗങ്ങൾ പോലും ഇവിടെ വളരെ ശാന്തരായിട്ട് നിൽക്കുന്നു. കാരണം എന്താ? ഈ തപസ്സിന്റെ ശക്തി കൊണ്ടാണ്. അങ്ങനെ എല്ലാ നിലയ്ക്കും അവിടെ തപസ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് വരികയാണ്. നാരദ മഹർഷിയുടെ വാക്കുകൾ കേട്ട് സാക്ഷാൽ സ്വയംഭൂമൻ തൻ്റെ പത്നിയായ ശതരൂപയോടും പുത്രിയായ ദേവഹൂതിയോടും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വരവ്. അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം ഇദ്ദേഹം സ്വീകരിച്ചിരുത്തി. ആ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർദമനെ കണ്ടപ്പോൾ തന്നെ പ്രാംസും പത്മഫലാശാക്ഷം ജടിലം ചീരവാസസം ഉപസംശ്രിത്യമലിനം യഥാർഹണമ സംസ്കൃതം അധോടജമുപായാദം നൃദേവം പ്രണതം പുരാ സപര്യയാ പര്യഗൃഹാൽ പ്രതിദന്ധ്യാനുരൂപയാ. വളരെ ഭംഗിയായിട്ട് ആ മനുവിനെ സ്വീകരിച്ചു. അദ്ദേഹവുമായിട്ട് കുശല പ്രശ്നങ്ങളൊക്കെ ആദ്യം തന്നെ സൽക്കാരാദികളൊക്കെ നടത്തി. അതിനുശേഷം അദ്ദേഹത്തിനോട് ചോദിച്ചു, അധാവിപൃച്ഛേ ത്വം ത്വാം വീര യദർത്ഥം ത്വമിഹാഗത. എന്താണ് അങ്ങ്
ഇങ്ങോട്ട് വന്നതിന് കാരണം എന്ന് ചോദിക്കുക. ഇത് ചോദിച്ചപ്പോൾ ആ ചക്രവർത്തി സാക്ഷാൽ മനു പറഞ്ഞു, ഞാൻ എൻ്റെ മകളോടും ഭാര്യയോടും കൂടിയാണ് വന്നിരിക്കുന്നത്. ഉത്താനപാദന്റെയും പ്രിയവ്രതന്റെയും സഹോദരിയായിരിക്കുന്ന എൻ്റെ മകൾ പ്രിയവ്രതോത്താനപദോ സ്വസേയം ദുഹിതാമമ അന്വിക്ഷതി പതിയുക്തം വയശീല ഗുണാദിഭി. വയസ്സുകൊണ്ടും ശീലങ്ങളെ കൊണ്ടും ഗുണങ്ങളെ കൊണ്ടൊക്കെ യോജിച്ച ഒരു ഭർത്താവിനെ കിട്ടാൻ എൻ്റെ മകൾ ആഗ്രഹിക്കുന്നു. അങ്ങ് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നു എങ്കിൽ എൻ്റെ മകളെ അങ്ങക്ക് തൃപ്തിയാണെങ്കിൽ അങ്ങ് വിവാഹം ചെയ്താൽ കൊള്ളാം. നോക്കൂ, ലോകത്തിൻ്റെ മുഴുവൻ നാഥനാണ്. അതിൻ്റെ അഹങ്കാരം ഒട്ടും തന്നെ പിറവില്ലാതെ വളരെ ഭവ്യതയോടെ ഭക്തിയോടുകൂടി തൻ്റെ മുമ്പിലിരിക്കുന്ന ആ വിഷ്ണു ദർശനം സാധ്യമായ മുനിയോട് വളരെ വിനയപൂർവ്വം വിവേകപൂർവ്വം ആ ചക്രവർത്തി പറഞ്ഞു, എൻ്റെ മകളെ വിവാഹം ചെയ്യാമോ? എന്താ പറഞ്ഞത് അദ്ദേഹം? അങ്ങയുടെ മകളെ കുറിച്ച് ഞാൻ മുമ്പേ കേട്ടിട്ടുണ്ട്. അവളുടെ സൗന്ദര്യത്തിലും സൗശീല്യത്തിലൊക്കെ മയങ്ങി പണ്ട് ഒരിക്കൽ വിശ്വാവസു എന്ന ഗന്ധർവൻ വിമാനമാർഗം പോകുമ്പോൾ അങ്ങയുടെ മകൾ മട്ടുപ്പാവിലിരുന്ന് കളിക്കുന്നത് കണ്ടപ്പോൾ കണ്ടു മോഹിച്ച് താഴെ വീണു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ എനിക്ക് മടിയൊന്നുമില്ല, വിരോധവുമില്ല. പക്ഷേ ഒരു ഉപാധിയോടുകൂടി മാത്രമേ എനിക്ക് ആ പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ സാധിക്കുള്ളൂ. എന്താ ഉപാധി? ഞാൻ വിവാഹം കഴിക്കുന്നത് കേവലം ലൗകികമായ സുഖത്തിന് വേണ്ടിയല്ല, ഭോഗലാലസതയ്ക്ക് വേണ്ടിയല്ല. ഇവിടെ വപുസ്സും ചേരുന്നത് ഭഗവത് അനുഗ്രഹത്തിൻ്റെ പ്രജാസൃഷ്ടി എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അല്ലാതെ കേവലമായ കാമ ഭോഗ ലാലസതയ്ക്ക് വേണ്ടിയല്ല ഞാനിതൊക്കെ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഒരു പുത്രൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാം ഉപേക്ഷിച്ച് പോകും. ഈ ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നത് ബ്രഹ്മചര്യത്തിനും വാനപ്രസ്ഥത്തിനും ഇടയ്ക്കുള്ള ഒരു ഇടത്താവളം മാത്രമാണ്. അവിടെ സ്ഥിരമായി കൂടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഭാഗവതം പലയിടത്ത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഇനി അങ്ങനെ ഗൃഹസ്ഥാശ്രമി ആവുകയാണെങ്കിൽ തന്നെ ജീവിതത്തിൻ്റെ 1/4 ഭാഗം മാത്രമേ ഗൃഹസ്ഥാശ്രമിയായിട്ട് ഇരിക്കാൻ പാടുള്ളൂ എന്നാണ്. ആദ്യത്തെ 25 വർഷക്കാലം ബ്രഹ്മചാരിയായി അധ്യയനം ചെയ്തുകൊണ്ട് കഴിയുക, പിന്നത്തെ 25 വർഷക്കാലം ഗൃഹസ്ഥാശ്രമിയായിട്ടിരിക്കുക, അത് കഴിഞ്ഞാൽ 25 വർഷക്കാലം വാനപ്രസ്ഥനാവുക, പിന്നീടുള്ള 25 വർഷക്കാലം സന്യാസം സ്വീകരിക്കുക. എന്താണ് സന്യാസം? എല്ലാം ഉപേക്ഷിക്കുക, എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളെയും ഉപേക്ഷിച്ച് ഭഗവാൻ, ആ ഭക്തബന്ധുവായ ഭഗവാനെ മാത്രം മനസ്സിൽ കാണാറാവുക. ഇതാണ് സന്യാസം. ഇപ്പൊ സന്യാസാണെന്ന് പറഞ്ഞിട്ട് താടി തലയിൽ നീട്ടി രുദ്രാക്ഷം ധരിച്ചു കാവ്യം കൊണ്ടെടുത്തു, ഇതുകൊണ്ടൊന്നും സന്യാസാവില്ല. ഇതൊക്കെ സന്യാസിയുടെ ബാഹ്യമായ ലക്ഷണങ്ങൾ മാത്രമാണ്. സാധാരണ ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം. അവനവന് ഇതൊന്നും ബാധകമല്ല. ഇതിനും അപ്പുറത്തുമുള്ള ഒരു തലമാണ് സന്യാസിയുടെ. ഇതിനിപ്പോൾ കാട്ടിൽ പോയി ആശ്രമത്തിൽ താമസിക്കൊന്നും വേണ്ട. അത് കുറച്ചുകൂടി നമ്മളെ എളുപ്പമാക്കും കാര്യങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ. കാരണം കൂട്ടം കൂടി ജീവിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള വികാരങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വിവേകപൂർവ്വം ജീവിക്കാൻ നല്ലത് കാട്ടിൽ ഏകാന്തത്തിൽ ഇരുന്നു കൊണ്ടൊക്കെയാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് പലതും കിട്ടില്ല എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അതിനോടുള്ള ആഗ്രഹവും ആ ആശയും കുറഞ്ഞു വരും. എല്ലാം നമ്മുടെ കയ്യെത്തും ദൂരത്തുണ്ടാവുമ്പോഴാണ് നമുക്ക് അതൊക്കെ വേണം എന്ന് തോന്നുന്നത്. ഇതൊന്നും കിട്ടില്ല, അതൊക്കെ ഞാൻ ഉപേക്ഷിച്ചു കഴിഞ്ഞു എന്ന ബോധ്യത്തോടു കൂടി ഇരിക്കാൻ ഒരു നിലയ്ക്ക് കാടാണ് നല്ലതെന്ന് മാത്രം. അതുകൊണ്ട് ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ എനിക്ക് സന്തോഷമാണ്, ഈ ഒരു ഉപാധിയോടുകൂടി വിവാഹം ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ മനുവും ശതരൂപ എന്ന മനുപത്നിയും അതേപോലെ ദേവഹൂതി എന്ന ആ മനുപുത്രിയും ഇതിനെ വളരെ സന്തോഷപൂർവ്വം അതിനെ അംഗീകരിച്ചു. എന്നിട്ടോ ആ കൈകൾ ചേർത്ത് വെച്ചു, തൻ്റെ മകളുടെയും കർദമ പ്രജാപതിയുടെയും. അത്രയുണ്ടായിരുന്നു. നോക്കൂ, ലോകത്തിൻ്റെ ചക്രവർത്തിയാണ്, മനുവാണ്. തൻ്റെ മകളുടെ വിവാഹം എങ്ങനെ നടത്തിയത്? വളരെ ലളിതമായിട്ടാണ് നടത്തിയത്. അങ്ങനെ കൊട്ടാരത്തിൻ്റെ പട്ടുമെത്തയിൽ കിടന്നുറങ്ങി ശീലിച്ചിട്ടുള്ള ആ പെൺകുട്ടിയെ ആശ്രമത്തിൻ്റെ ഏറ്റവും ലളിതമായ അന്തരീക്ഷത്തിലേക്ക് പറിച്ചു നട്ടു എന്ന് വേണമെങ്കിൽ പറയാം.
പക്ഷേ അവിടെയും അതെ, പറിച്ചു നട്ടു കഴിഞ്ഞാൽ വളരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സാധാരണ രീതിയിൽ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, വളരെ സന്തോഷത്തോടു കൂടി ഭഗവത് ഭക്തിയുടെ ആ ഏറ്റവും ശാന്തമായ അന്തരീക്ഷത്തിൽ ദേവഭൂതി എന്ന ആ പെൺകുട്ടി വളർന്ന് വികസിക്കാൻ തുടങ്ങി. എങ്ങനെ? ഭക്തിയുടെ തലത്തിൽ. ശരീരം ശോഷിച്ചു വന്നു, മനസ്സ് വലുതായി വന്നു, വിസ്തൃതമായ മനസ്സ്. ഇവിടെ പറയാറില്ലേ, മനസ്സ് വിശാലമാവുക എന്നുള്ള തലത്തിലേക്ക് എത്തി. സകലത്തിലും തൻ്റെ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്ന ആ പെൺകുട്ടി പതിമിംഗിത കോവിത എന്നാണ് ആ പെൺകുട്ടിയെ പറയുന്നത്. ഭർത്താവിന്റെ ഇംഗിതത്തെ അറിഞ്ഞ് പ്രവർത്തിക്കുന്നവൾ. ഏതുപോലെ? ഭവാനീവ ഭവം പ്രഭു. സാക്ഷാൽ മഹാദേവനെ പാർവതി എങ്ങനെയാണോ പരിചരിക്കുന്നത് അതേപോലെ ഈ പെൺകുട്ടി അവിടെ ആ ആശ്രമത്തിൽ കഴിയുന്നു. സ്വയംഭൂമനവും പത്നിയും കൂടി തങ്ങളുടെ നാട്ടിലേക്ക്, ആ ബരിഹിഷ്മതി എന്ന സ്ഥലത്തേക്ക് പോയി. നമ്മൾ ഇന്നലെ പറഞ്ഞു, സാക്ഷാൽ വരാഹമൂർത്തിയുടെ ഈ രോമങ്ങൾ വീണ സ്ഥലമാണ് ദേഹം കുടഞ്ഞപ്പോൾ രോമങ്ങൾ ചെന്ന് വീണ സ്ഥലമാണ് ബരിഹിഷ്മതി എന്ന് പറയുന്നു. ആ ബ്രഹ്മാവർത്തത്തിൽ അദ്ദേഹം കഴിയും. അങ്ങനെ ഈ പെൺകുട്ടി തൻ്റെ ഭർത്താവിനോടുകൂടി കഴിഞ്ഞു. കുറേ കാലം കഴിഞ്ഞു. അപ്പോഴാണ് കർദമൻ ആലോചിച്ചത്, ഇവൾക്ക് ഭൗതികമായിട്ടുള്ള സുഖങ്ങൾ കൂടി അനുഭവിക്കാൻ സാധിക്കട്ടെ, അതിനെന്ത് വേണം? ഒരു യാത്ര പോകാം എന്ന് തീർച്ചപ്പെടുത്തി. എങ്ങടെ യാത്ര പുറപ്പെട്ടത്? സാധാരണ വിവാഹം കഴിഞ്ഞാൽ യാത്ര പോകും ഇല്ലേ? മധുവിധ യാത്ര. എവിടേക്കൊക്കെയാണ് പോവുക? ബാംഗ്ലൂര്, ഊട്ടി, കുളു, മണാലി അല്ലേ? അങ്ങനെയൊക്കെയാണ് പുതിയ കാലത്ത്. കുറച്ചുകൂടി കഴിഞ്ഞാൽ കുറച്ചുകൂടി ധനമുള്ള ആളുകളോ അവർ കുറച്ചുകൂടി പുറത്തേക്കൊക്കെ പോകും. ചില ആളുകൾ ദുബായിക്ക് പോകും അല്ലേ? ചില ആളുകൾ ഓസ്ട്രേലിയയിലേക്ക്. അങ്ങനെയില്ല, എവിടേക്ക് വേണമെങ്കിൽ പോകാനൊക്കെ സൗകര്യങ്ങളുണ്ട്. വിമാനത്തിൽ കയറി പണം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. ലോകം വളരെ ചെറുതായതുപോലെയാണ്. അപ്പൊ ഈ കർദമനും ഇങ്ങനെ ഒരു യാത്ര പോയി എന്നാണ്. കർദമൻ എങ്ങടാ പോയത്? കർദമൻ ഇവിടെയുള്ള ഉദ്യാനങ്ങളൊന്നും പോരാൻ തോന്നി. അങ്ങനെ അദ്ദേഹം പോയതാണ് നന്ദനം, പുഷ്പഭദ്രകം, ചൈത്രരഥം തുടങ്ങിയ ദേവോദ്യാനങ്ങളിലേക്ക്. അവിടേക്കാണ് പോകാൻ തീർച്ചപ്പെടുത്തിയത്. അതിനുള്ള ഏർപ്പാട് ആദ്യം തന്നെ എന്താ വേണ്ടത്? വിമാനം വേണം. ചാർട്ടർ ചെയ്ത വിമാനത്തിലാണ്. അവർ മാത്രമേ ഉള്ളൂ, വേറെ ആളുകൾ ആരുമില്ല. ഈ വിമാനത്തിന്റെ പേര് കാമഗം എന്നാണ്. കാമമനുസരിച്ച് ഗമിക്കാൻ സാധിക്കുന്ന വിമാനം. വെള്ളത്തിൽ കൂടെ പോകണമെങ്കിൽ വെള്ളത്തിൽ പോവാം, ആകാശത്തിലൂടെ വേണമെങ്കിൽ ആകാശത്തില്, കരയിലൂടെ വേണമെങ്കിൽ കരയില്. ഇപ്പൊ അങ്ങനത്തെ വണ്ടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അല്ലെ? വണ്ടിയിൽ കയറി ഇന്ന ദിക്കിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ അവിടെ എത്തിക്കും. അങ്ങനെ ഈ കാമഗമെന്നുള്ള വിമാനം വന്ന് നിന്നിട്ടും ഈ പെൺകുട്ടിയുടെ മുഖം പ്രസന്നമായില്ല. അപ്പൊ കർദമന് തോന്നി, ഇതിന് കാരണം എന്താ? ഇവളുടെ ദേഹം വല്ലാതെ ശോഷിച്ചിരിക്കും, അതുകൊണ്ടാണ് ഈ കുഴപ്പം. നല്ല ആരോഗ്യമുള്ള ശരീരത്തോടു കൂടി പോയാലേ ഇത്തരം യാത്രകളൊക്കെ ഏറ്റവും നന്നാവുള്ളൂ. അല്ലാതെ എന്നും അസുഖമുള്ള ആളുകൾ ഇങ്ങനെ യാത്രയൊക്കെ പോയാൽ അതിൻ്റെ ഒരു സന്തോഷം, ഒരു രസം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഈദൃഗൃഹം തത് പശ്യന്തിം നാദിപ്രീതേന ചേതസ. ഒരു സന്തോഷം കാണാണ്ട് പറഞ്ഞപ്പോ നിമജ്യാസ്മിൻ ഹൃദയഭീരു, ഈ വെള്ളത്തില് ഈ ബിന്ദു സരസിലൊന്ന് മുങ്ങി വരാനായിട്ട് പറഞ്ഞു. അങ്ങനെ ആ പെൺകുട്ടി ഭർത്താവിന്റെ ആജ്ഞയെ സ്വീകരിച്ച് താമരപ്പൂവിന്റെ ആ ഇതളുപോലെ കണ്ണുകളോടുകൂടി ആ പെൺകുട്ടിയെ വെള്ളത്തിലിറങ്ങി മുങ്ങി ഉയരുമ്പോഴേക്കും ലോഹിതോൽപലഗന്ധയാ ശതാനി ദശകന്യക, 110 അപ്പൊ എത്രയോ 1000 കന്യകമാര് അവിടെ തയ്യാറായി നിൽക്കുന്നു. അവര് എങ്ങനെയുള്ളവരാണ്? ഉൽപ്പലഗന്ധത്തോടുകൂടി താമരയുടെ ഗന്ധമുള്ളവരാണ് അവരെല്ലാവരും. അങ്ങനെ അവര് ഈ പെൺകുട്ടിയെ, ഈ ദേവഭൂതിയെ ശുശ്രൂഷിക്കാനായി തയ്യാറായി. തൻ്റെ ഭർത്താവിനെ, തൻ്റെ പതിയെ ജഗത്പതിയായ ഭഗവാനെ പോലെ ശുശ്രൂഷിക്കുകയും പരിചരിക്കുകയും ചെയ്തപ്പോൾ ആ പെൺകുട്ടിയെ പരിചരിക്കാൻ 1000 പെൺകുട്ടികൾ തയ്യാറായി നിന്നു. അവര് വിശേഷമായിട്ടുള്ള ഭോജ്യം, അന്നം സർവഗുണോപേതം, പാനം ചൈവാമൃതാസവം, വളരെ വിശേഷമായിട്ടുള്ള പാനീയങ്ങളൊക്കെ കൊടുത്തു, നല്ല വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ചു, വിശേഷമായിട്ടുള്ള മാലകളൊക്കെ ധരിച്ചു. അങ്ങനെ
അതിസുന്ദരിയായി മാറി ദേവഹൂതി. അപ്പൊ കർദമനോ വിചാരിച്ചുവെങ്കിൽ ഞാനും സുന്ദരനാവണം അല്ലേ? താനിങ്ങനെ താടി തലയെ നീട്ടി എത്ര കാലമായി. അപ്പൊ താടി തലയൊക്കെ വേണ്ടതുപോലെ ഭംഗിയായി വെട്ടിയൊതുക്കി അതിസുന്ദരനായിട്ടുള്ള യുവാവായി മാറി രണ്ടുപേരും കൈപിടിച്ച് നേരെ സർവകാല സുഭാവഹം, എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാ കാലത്തും സുഖം നൽകുന്ന അതിദിവ്യമായിരിക്കുന്ന ആ വിമാനത്തിലേക്ക് വിദ്യാധരീ സഹസ്രേണ 1000 ദേവസുന്ദരികളോടുകൂടി, നേരത്തെ പരിചാരികമാരായി വന്നവരോടുകൂടി ഈ വിമാനത്തിലേക്ക് കയറി. അങ്ങനെ 1002 പേര് ആ വിമാനത്തിലുണ്ട്. പിന്നെയോ വിമാനം ഇഷ്ടമനുസരിച്ച് പോണതാണ്. അതിന് വേറെ പൈലറ്റൊന്നും ആവശ്യമില്ല. ഇങ്ങനെ വിമാനത്തിന്റെ ഉള്ളിലേക്ക് കയറി കർദമൻ പറഞ്ഞു നേരെ മുകളിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞപ്പോ വൈശ്രംഭകം, സുരസനം, നന്ദനം, പുഷ്പഭദ്രകം, ചൈത്രരഥം തുടങ്ങിയ ഉദ്യാനങ്ങളില്, അതേപോലെ തന്നെ മാനസ സരസ്സിലൊക്കെ ജലക്രീഡയൊക്കെ നടത്തി. അങ്ങനെ അവര് വളരെ കാലം, എത്ര കാലം എന്ന് പറയുന്നത് 100 വർഷക്കാലം അവിടെ വളരെ സന്തോഷത്തോടു കൂടി അവർ കഴിഞ്ഞു. സമയം പോയതറിഞ്ഞില്ല. ഈ യാത്രയില് കർദമ പ്രജാപതി ദേവഹൂതിക്ക് കാണിച്ചു കൊടുത്തു. ദേവഹൂതി നോക്കിക്കോളൂ, താഴെ ഉരുണ്ടൊരു ഗോളം കാണാനില്ലേ ഉവലോ, അതിങ്ങനെ തിരിയണില്ലേ, അതാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ താമസിച്ചത്. എത്രയോ കാലം മുമ്പ് തന്നെ ഭൂമി ഉരുണ്ടതാണ് എന്ന് പ്രേക്ഷയിത്വ ഭൂഗോളം. ഇന്നലെ നമ്മളെ വരാഹമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ചു. ആ അവതാര രംഗത്തെ ചിത്രകാരന്മാരൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. എങ്ങനെയാ? ആ ഒരു ഗോളാകൃതിയിലാണ് ഭൂമി പരന്നതാണ് എന്ന് മറ്റു പലരും വിശ്വസിച്ചപ്പോഴും ഭാരതീയ സംസ്കൃതി, ഭാരതീയ ചിന്താമണ്ഡലം നമുക്ക് കാണിച്ചു തരുന്നു ഭൂമി ഉരുണ്ടിട്ടാണ് എന്ന് കാണിച്ചു തരുന്നു. അങ്ങനെ അദ്ദേഹം തൻ്റെ ആ തപശക്തി കൊണ്ട് 9 സ്വരൂപങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വിഭജ്യൻ അവധാത്മാനം മാനവിം സുരതോത്സുകാം രാമാം നിരമയൻ രേമേ വർഷപൂകാൻ മുഹൂർത്തവൽ. ഒരു 100 വർഷക്കാലം ഒരു മുഹൂർത്തം പോലെ അവർക്ക് തോന്നി. കാരണം എന്താ? അതിൽ വലിയ സന്തോഷവും ആനന്ദവും അനുഭവിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ ആ ദേവഹൂതിയോടുകൂടി ഉദ്യാനങ്ങളൊക്കെ ചുറ്റിക്കറങ്ങി തിരിച്ച് ഇവിടെ വന്നു. അതസാ സുഷുവേ സദ്യോ ദേവഹൂതി സ്ത്രീയ പ്രജ. 9 പെൺകുട്ടികൾക്ക് ജന്മം കൊടുത്തു ഭഗവാൻ പറഞ്ഞതുപോലെ. അങ്ങനെ ഈ 9 പെൺകുട്ടികളെ ആയിക്കഴിഞ്ഞപ്പോൾ കർദമൻ പറഞ്ഞു, ഞാൻ ഇനി പോകുക. എങ്ങടാ? ഞാൻ വാനപ്രസ്ഥം സന്യാസം. ഇതാണ് എൻ്റെ അടുത്ത 2 പടികൾ. അപ്പൊ പറഞ്ഞു, അങ്ങ് പോകുന്നതിൽ എതിർപ്പൊന്നുമില്ല. കാരണം പോകാമെന്ന് ഞാൻ കൂടി സമ്മതിച്ചതിന് ശേഷമാണല്ലോ നമ്മുടെ വിവാഹമൊക്കെ നടന്നത്. പക്ഷേ ഒരു പുത്രൻ കൂടി ഉണ്ടാകാതെ പോയാൽ എങ്ങനെയാണ് ഞാൻ ഈ കാട്ടില് ഈ 9 പെൺകുട്ടികളോട് കൂടി ഇവിടെ ജീവിക്കുക? അതിനുള്ള വഴി കൂടി ഉണ്ടാവണമെന്ന് പറഞ്ഞപ്പോൾ സഹാഹം സ്വാംശകലയാ ഉദ്വീര്യേണ മഹാമുനെ എന്ന് ഭഗവാൻ പറഞ്ഞ വാക്കുകൾ ഓർമ്മ വന്നു. ഭഗവാൻ പുത്രഭാവത്തിൽ വരാമെന്ന് പറഞ്ഞതാണ്. ആ ഭഗവാനെ ഭജിക്കാനുള്ള തിടുക്കം കൊണ്ടാണ് 9 പെൺകുട്ടികൾ ഉണ്ടായപ്പോഴേക്കും പോകാൻ പുറപ്പെട്ടത്. ഇപ്പോ ഇനി ഭഗവാനെ കാത്തിരിക്കണം എന്ന് തീർച്ചപ്പെടുത്തി കർദമ പ്രജാപതി ദേവഹൂതിയോടുകൂടി ആശ്രമത്തിൽ കഴിയണം. അങ്ങനെ ആ സമയമായപ്പോ തസ്യാം ബഹുതിഥേ കാലേ ഭഗവാൻ മധുസൂദന കർദമം വീര്യമാപന്നോ യജ്ഞനിരിവ ദാരുണി. ഇവിടെ ഭഗവാൻ അവതരിച്ചു. കർദമ പ്രജാപതിയുടെ വീര്യത്തിലൂടെ ദേവഹൂതിയുടെ പുത്രനായി ഭഗവാൻ അവതരിച്ചു. കപിലൻ എന്ന പേര്. ഭഗവാന്റെ എല്ലാ അവതാരത്തിലുള്ളതും പോലെ പുഷ്പവൃഷ്ടി, ഗന്ധർവന്മാരുടെ പാട്ട്, അപ്സര സ്ത്രീകളുടെ നൃത്തമയ്ക്കല്, ഇങ്ങനെയെല്ലാം ഉണ്ടായി. ബ്രഹ്മാവ് വന്നു. ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിച്ചു. അതിനുശേഷം കർദമനോട് പറഞ്ഞു, ഉണ്ണി, നിനക്ക് 9 പെൺകുട്ടികളില്ലേ? ആ 9 പെൺകുട്ടികളെ എന്നോടൊപ്പം വന്നിട്ടുള്ള ഈ പ്രജാപതിമാർക്ക് വിവാഹം ചെയ്തു കൊടുത്തോളൂ. അങ്ങനെ 10 പേര് വന്നു അത്രേ പ്രജാപതിമാര്. അവിടെ പറയുകയാണ്, ആ 10 പേരിൽ 2 പേര് നാരദ മഹർഷി നിത്യബ്രഹ്മചാരിയാണ്, അതുകൊണ്ട് വിവാഹമില്ല എന്ന് പറഞ്ഞു. എന്നാൽ മറ്റ് 9 പേരിൽ ദക്ഷനും പറഞ്ഞു, ഞാനും ഈ പെൺകുട്ടികളെ വിവാഹം കഴിക്കില്ല. കാരണം എന്താ?
ഞാൻ ഈ ദേവഹൂതിയുടെ സഹോദരിയെ വിവാഹം ചെയ്ത ആളാണ്. ഇവരൊക്കെ എനിക്ക് പുത്രീ സമമാണ്, അതുകൊണ്ട് വിവാഹം ചെയ്തിട്ടില്ല. പിന്നീട് അഥർവാവിനെ കൂടി കൊണ്ടുവന്നു. ഈ 9 പെൺകുട്ടികളെ 9 പേര് വിവാഹം ചെയ്തു. മരീചയെ കലാം പ്രാദാൽ അനസൂയാമധാത്രയെ ശ്രദ്ധാമംഗിരസേ യച്ഛൽ പുലസ്ത്യായ ഹവിർഭുവം പുലഹായ ഗതിം യുക്താം കൃതവേ ച ക്രിയാം സതിം ഖ്യാതിം ച ഭൃഗവേ യച്ഛൽ വസിഷ്ഠാപ്യായ രുന്ധതിം അഥർവണേ ദദാച്ഛാന്തിം. 9 പേരുടെ വിവാഹം. മരീചിക്ക് കലയെ വിവാഹം ചെയ്തു കൊടുത്തു, ആത്രിക്ക് അനസൂയയെ, അങ്കിരസിന് ശ്രദ്ധയെ, പുലസ്ത്യന് ഹവിർഭുവിനെ, പുലഹന് ഗതിയെ, ക്രതുവിന് ക്രിയയെ, ഭൃഗുവിന് ഖ്യാതിയെ, വസിഷ്ഠന് അരുന്ധതിയെ, അഥർവാവിന് ശാന്തിയെ. ഈ 9 പേരുടെ വിവാഹം കഴിഞ്ഞു. ഇപ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ള കടമകളൊക്കെ പൂർത്തിയായി. ഭഗവാന്റെ കാക്കൽ വീണ് നമസ്കരിച്ചു കർദനൻ. തൻ്റെ പുത്രഭാവത്തിലാണെങ്കിലും ഇത് ഈശ്വരനാണ് എന്ന ബോധ്യത്തോടുകൂടി പരം പ്രധാനം പുരുഷം മഹാന്തം കാലം കവിം ത്രിവൃതം ലോകപാലം ആത്മാനുഭൂത്യാനുഗത പ്രപഞ്ചം സ്വച്ഛന്ദ ശക്തി കപിലം പ്രപദ്യേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ, അവിടുന്ന് പുത്രഭാവത്തിൽ വന്നു, അവിടുന്ന് അടിയന്റെ മുമ്പിൽ ദർശന സൗഭാഗ്യം തന്നു. ആ വരത്തിന്റെ പ്രതിഫലനമായി ഇപ്പൊ എന്റെ പുത്രഭാവത്തിൽ അവതരിച്ചു. ഇതിൽ പരം ഭാഗ്യമോ ഇതിൽ പരം ഇനി ഞാൻ എന്തെങ്കിലും നേടിയെടുക്കാനോ ഒന്നുമില്ല. എങ്കിലും ഞാൻ സന്യസിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അത് അങ്ങയുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രം. ഭഗവാൻ പറഞ്ഞു, തീർച്ചയായും ഞാൻ പുത്രനായി അവതരിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിലപ്പുറം മറ്റൊരു സന്യാസത്തിന്റെ ഒരു ഫലം കിട്ടാനൊന്നുമില്ല. എങ്കിലും അങ്ങ് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് കാട്ടിലേക്ക് പൊക്കോളൂ. എന്നെ വിചാരിച്ച് അചിരേണ എൻ്റെ ലോകത്തിലേക്ക് തന്നെ എത്തിച്ചേരും. ഞാൻ അമ്മയ്ക്ക് എന്ന രീതിയിൽ ആത്മതത്വത്തെ പ്രകാശിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് അവിടുന്ന് തൻ്റെ പിതൃഭാവത്തിലുള്ള കർദമ പ്രജാപതിയെ ഭഗവാൻ അവിടുന്ന് പറഞ്ഞയച്ചു. അത് കഴിഞ്ഞ് ഭഗവാൻ കാത്തിരുന്നു. ഇനി അമ്മയിൽ നിന്ന് ഒരു ആഗ്രഹം ഉണ്ടാവും. ആ ആഗ്രഹത്തിനനുസരിച്ച് വേണം പറഞ്ഞു കൊടുക്കാൻ. എല്ലാവർക്കും എല്ലാം പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ആർക്കാണോ അതിന് ആഗ്രഹം, ആർക്കാണോ അതിന് അർഹത, അതനുസരിച്ചിട്ട് വേണം ഗുരുനാഥന്മാരെ പറഞ്ഞു കൊടുക്കാൻ. ഭഗവാൻ ലോക ഗുരുവാണ്, അല്ലേ? അഖില കലാദിഗുരു എന്നർത്ഥ എന്നാണ് കാളിയവർദ്ധനത്തിൽ നമ്മൾ കേൾക്കുന്നത്. ലോകത്തിലെ മുഴുവൻ ഗുരുനാഥനായിരിക്കുന്ന ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ച് ആ അമ്മ ദേവഹൂതി, ആ ഭക്ത പറയാണ്, തം ത്വാഗതാഹം ശരണം ശരണ്യം സ്വഭൃത്യ സംസാരതരോ കുഠാരം. ഇവിടെ ഈ ഭഗവാനെ കുറിച്ച് എന്താ പറയുന്നത്? അവിടുന്ന് ഒരു വലിയ കോടാലിയാണ് എന്ന് പറയുന്നത്. കാരണം എന്തിന്റെ കോടാലിയാണ്? സ്വഭൃത്യ സംസാരതരോ കുഠാരം. അവിടുത്തെ ഭൃത്യന്മാരുടെ സംസാര വൃക്ഷത്തിന്റെ മൂലഛേദനം ചെയ്യുന്ന അവിടുന്ന്. അപ്പൊ അവിടുന്ന് അടിയനെ അനുഗ്രഹിക്കണം. അടിയന് ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തി ജീവിച്ചിട്ട് മതിയായി. കണ്ണുകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, എന്തൊക്കെയാണ് കേട്ടെന്നത് കാണുന്നതെന്ന് പറഞ്ഞാൽ തീരില്ല. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാവാൻ, ഈ പാപങ്ങളിൽ നിന്നും നരകങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ എന്താണ് വഴി? ആ ഒരു ഉപദേശം തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദേവഹൂതി ഭഗവാന്റെ മുന്നിൽ. ഭഗവാൻ പറഞ്ഞു, അമ്മേ, ഒരിക്കലും നരകം അനുഭവിക്കണമെന്ന് ഒരു നിർബന്ധവും. മനസ്സിനെ നിയന്ത്രിക്കലാണ് നരകാനുഭവത്തിനും സ്വർഗാനുഭവത്തിനും കാരണമായിട്ട് തീരുന്നത്. നരകം എങ്ങനെ ഉണ്ടാവും? മനസ്സ് വിഷയങ്ങളിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ നരകം. മനസ്സ് സജ്ജനങ്ങളുമായിട്ട് ചേർന്നാൽ നമ്മുടെ ആ ജന്മം ഈശ്വരനുമായി അടുക്കും. അതുകൊണ്ട് എന്ത് വേണം? ദുർജന സംസർഗത്തെ ഉപേക്ഷിക്കുകയും സജ്ജന സംസർഗത്തെ സ്വീകരിക്കുകയും വേണം. എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് സുഖദുഃഖങ്ങളാകുന്ന ദ്വൈതങ്ങളെ കാണാതെ എല്ലാത്തിലും ഈശ്വരനെ കണ്ടുകൊണ്ട് സമചിത്തന്മാരായി ഭഗവത് കഥകളിൽ രമിച്ചുകൊണ്ട് ഭഗവാന്റെ കഥ കേൾക്കുമ്പോൾ ആനന്ദ നൃത്തം ചെയ്യുന്നവരായി ഉറക്കെ പാടുന്നവരായി മാറുന്ന ആ സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗം വളരെ കുറച്ചുണ്ടായാൽ തന്നെ നമ്മളിൽ ഭഗവത് ഭക്തി ഉണ്ടാവും.
അതുകൊണ്ട് സത്സംഗദ്വാര ലഭിക്കുന്ന ഭക്തിയാണ് പരമപ്രധാനം. ഏകാദശത്തിൽ ഉദ്ധവനോട് ഭഗവാൻ ഇത് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഗോപികമാർക്ക് എന്നിൽ ഇത്രയും ഭക്തി ഉണ്ടാവാൻ കാരണം എന്താ? ഞാനുമായിട്ടുള്ള സംഗമം. ഭഗവാൻ പലപ്പോഴും പറയുന്നു, എന്നേക്കാൾ വേഗം എൻ്റെ ഭക്തന്മാര് മറ്റുള്ളവരെ ശുദ്ധീകരിക്കും. സൂര്യപ്രകാശം നമുക്ക് ചിലപ്പോൾ തടുക്കാൻ സാധിക്കും. അതിനേക്കാൾ ചൂടുണ്ട് സൂര്യപ്രകാശം കൊണ്ട് ചുട്ടുപഴുത്ത് കിടക്കുന്ന മണലിന്, ഇല്ലേ? ഇതേപോലെ ഭഗവാനേക്കാൾ ശക്തിയുണ്ട് തോന്നും. അല്ലെങ്കിൽ ഭഗവാൻ പറയുന്നു, എൻ്റെ ഭക്തന്മാർ എന്നേക്കാൾ ശക്തിയുള്ളവരാണ് എന്ന്. അവരുടെ ശക്തി എന്താ? അത് എന്നിലുള്ള ഭക്തിയാണ് എന്നും ഭഗവാൻ പറയും. അപ്പൊ അങ്ങനെ ഈ സജ്ജനങ്ങളുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ നാമം ജപിക്കാനായിട്ട് തോന്നും. ഉറക്കെ നാമം ജപിക്കുക. ഉറക്കെ നാമം ജപിക്കുമ്പോൾ എന്താ? ഞാൻ എന്ന ബോധം ഇല്ലാതെയാണ്. അവിടെ യഥാർത്ഥമായ ജ്ഞാനം ഉണ്ടാവും. ഞാൻ എന്നുള്ള ചിന്തകളാണ് നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. ഞാനെന്നും എൻ്റേതെന്നും. എൻ്റേത് എനിക്ക് കിട്ടുമ്പോൾ സന്തോഷം, എനിക്ക് നഷ്ടപ്പെടുമ്പോൾ ദുഃഖം. ഇതാണ് നമ്മുടെ സുഖദുഃഖങ്ങളുടെ ഒരു രീതി. അതെല്ലാം ഭഗവാനാണ് എന്ന് സങ്കല്പം ചെയ്താലോ കിട്ടുന്നതിലും അതല്ലെങ്കിൽ നഷ്ടപ്പെടുന്നതിലും എനിക്ക് യാതൊരു പങ്കുമില്ല, ഇതിൽ ഞാൻ ഒന്നുമല്ല എന്ന ബോധ്യത്തിലേക്ക് എത്തുന്ന ആളുകളാണ് യഥാർത്ഥ ഭക്തന്മാർ. അപ്പൊ ഇങ്ങനെ ആ ലഹരി പദാർത്ഥങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ആളുകൾക്ക്, ശീലിച്ച ആളുകൾക്ക് അതില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തുന്നത് പോലെ ഭഗവൻ നാമസങ്കീർത്തനമില്ലാതെ, ഭഗവൻ ഭജനമില്ലാതെ എനിക്ക് കഴിയാനാവില്ല എന്നൊരു തലത്തിലേക്ക് ഒരാൾ എത്തുമ്പോൾ അയാളിൽ ഭക്തി ഉണർന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതാണ് ഭക്തി. ഭഗവാനിലുള്ള ആസക്തിയാണ് ഭക്തി. അപ്പൊ അതുകൊണ്ട് ഈ പ്രേമഭക്തിയുടെ എത്രയോ താഴെയാണ് ഈ മുക്തി പോലും എന്ന് ഭഗവാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ സാഖ്യയോഗത്തെ ഉപദേശിക്കുക. എന്താ സാഖ്യയോഗം പറയുന്നത്? അവിടെ പ്രകൃതി, മഹത്തത്വം, അഹങ്കാരം, ഇങ്ങനെ 3 മഹാഭൂതങ്ങൾ, 5 തന്മാത്രകൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, അതേപോലെ ആ അന്ധകരണം 1, ആത്മാവ് 1, പഞ്ചഭൂതങ്ങൾ 5. അപ്പൊ എത്രയായി? 25. അങ്ങനെ 25 തത്വങ്ങളുടെ സമ്മേളനത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിൽ എല്ലാം ഉണ്ടായത്, ഈ പ്രപഞ്ചമടക്കം. അപ്പോൾ പറയാണ്, ഇതുപോലെ തന്നെയാണ് ഈ ബ്രഹ്മാണ്ടം പോലെ തന്നെയാണ് അതിൽ ഏറ്റവും ചെറുതായ പിണ്ടാണ്ടമായ നമ്മുടെ ശരീരത്തിൻ്റെയും അവസ്ഥ. ദേഹവും ഇന്ദ്രിയങ്ങളും ഒക്കെ നശിക്കുന്നതാണ്. അന്ധകരണത്തിൽ പ്രകാശിക്കുന്ന ആത്മസ്വരൂപമായ ജീവചൈതന്യം മാത്രമാണ് ശാശ്വതമായിട്ടുള്ളത്. അപ്പോൾ വർണ്ണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ ആരും പ്രത്യേകതയുള്ളവരല്ല, മറിച്ച് എല്ലാം ഒരേ ഒരു ഈശ്വരന്റെ സ്വരൂപങ്ങൾ തന്നെയാണ് എന്ന് തിരിച്ചറിയാം. ഇതൊക്കെ നമുക്ക് പറയാനൊക്കെ എളുപ്പമാണെങ്കിലും നമ്മളിലും പലതരത്തിലുള്ള ഉച്ചനീചത്വങ്ങൾ നിലനിൽക്കുന്നു. നമുക്ക് തോന്നുകയാണ് ഞാൻ മറ്റേയാളേക്കാൾ കേമനാണ്, ഇന്നാള് കുറച്ച് മോശക്കാരനാണ് എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അതൊക്കെ ഈ ദേഹത്തിന്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെടുത്തി നമ്മൾ കരുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ആ പ്രവൃത്തിയിൽ നമുക്ക് ലവലേശം നമ്മുടേതായിട്ടൊരു പങ്ക് പറയാൻ സാധിക്കില്ല. എല്ലാം ഭഗവാന്റെ സങ്കല്പമാണ്. പണ്ട് കുഞ്ഞുണ്ണി മാഷ് വളരെ രസകരമായിട്ട് എഴുതി, പ്രധാനമന്ത്രിയും ശിപായിയും ഒരേ തരക്കാരായിടും ഉറക്കം തൂങ്ങുമ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇവർ തമ്മിലൊരു വ്യത്യാസമില്ല. ഈ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ കൽപ്പിക്കുന്നതാണ്. അയാൾ കേമനാണ്, അയാൾ മോശക്കാരനാണ്, ഞാൻ ഇന്ന ആളാണ്, ഇങ്ങനെയുള്ളതൊക്കെ കേവലം ആ വ്യാവഹാരികമായി അപ്പമാത്രം സത്യമായിട്ടുള്ളതാണ്. എന്നാൽ നിത്യസത്യമായിട്ടുള്ളത് ഈശ്വരൻ മാത്രമാണ്. ആ ഈശ്വരൻ ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഒരു പൂജ്യമാണ് എന്ന് മനസ്സിലാക്കുക. ആ പൂജ്യത്തെ മൂല്യമുള്ള വസ്തുവാക്കി മാറ്റുന്നതാണ് ഈശ്വരനാകുന്ന ഒന്ന്. ആ ഒന്ന് നമ്മളോടൊപ്പം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പൂജ്യത്തിന് വിലയുണ്ടാവും. ആ ഒന്ന് മാറിപ്പോയാലോ നമ്മൾ പൂജ്യമായി കഴിയും. പൂജ്യനായ എന്നെ പൂജ്യമാക്കുന്നു എന്താ ഭഗവാന്റെ ആ തിരോധാനം. പൂജ്യമായ എന്നെ പൂജ്യനാക്കുന്നു ഭഗവാന്റെ ആവിർഭാവം. ഭഗവാൻ എന്നോടുകൂടി ചേരുമ്പോൾ, ഒന്ന് പൂജ്യത്തോടു കൂടി നിൽക്കുമ്പോൾ
ഒന്നിൻ്റെ വില എന്നുമുണ്ട്. അതോടൊപ്പം തന്നെ പൂജ്യത്തിന് കൂടി വില നൽകുന്നു ആ ഒന്ന്. ആ ഒന്ന് പോയാലോ ഇനി 1 കോടി പൂജ്യം എഴുതി വെച്ചാലും ഫലമില്ല, അവിടെ പൂജ്യത്തിന് വിലയില്ല. ഇതേപോലെയാണ് നമ്മുടെ ജീവിതം. നമ്മൾ ശിവമായി നിൽക്കുന്നുവെങ്കിൽ, നമ്മൾ മംഗളകരമായി ഇവിടെ നിൽക്കുന്നെങ്കിൽ അതിന് കാരണം നമ്മുടെ ഉള്ളിലുള്ള ആ ഭഗവാനാണ്. ആ ഭഗവാനെയാണ് നമ്മളൊക്കെ അറിയാതെയെങ്കിലും ഞാൻ എന്ന് പറഞ്ഞ് തൊട്ട് കാണിക്കുന്നത്. നമുക്ക് ഇങ്ങനെ തൊടാൻ പറ്റില്ലെങ്കിലും അവിടെ ആ ഹൃദയപീഠികയിൽ ഭഗവാൻ ഇരിക്കുന്നു എന്ന സങ്കല്പത്തിൽ ആ ഹൃദയത്തെ സ്പർശിച്ചുകൊണ്ട് നമ്മൾ പറയും ഞാൻ. ശരീരത്തിൽ എത്രയോ അവയവങ്ങളുണ്ട്. കണ്ണുണ്ട്, മൂക്കുണ്ട്, കാതുണ്ട്, കാല്, കയ്യ്, ഇങ്ങനെ പല അവയവങ്ങളുണ്ട്. പക്ഷെ ഇതിലൊന്നും നമ്മൾ തൊട്ടിട്ട് ഞാൻ എന്ന് പറയില്ല. ഞാൻ എന്ന് പറയുന്നത് ഏതാ? ഇവിടെയാണ് നമ്മൾ തൊടുക, ഞാൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഞാൻ യഥാർത്ഥമായ ഭഗവത് ജ്ഞാനമായി മാറുമ്പോൾ അതാണ് സാഖ്യമതം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ ജീവനും ജീവനായിരിക്കുന്ന ഭഗവാനെ ഭജിക്കുക, സംസാര ദുഃഖം നശിക്കും, നിത്യാനന്ദം അനുഭവപ്പെടും. സാഖ്യശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നു. പിന്നെ ജ്ഞാനയോഗത്തെ കുറിച്ച് പറഞ്ഞു. ബ്രഹ്മാവിനെ ഭഗവാൻ ഉപദേശിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വിതുര മൈത്രേയ സംവാദ രൂപത്തിൽ, ഇതൊക്കെ മറ്റ് രൂപത്തിൽ നമ്മൾ കേട്ടതാണ്. എന്താണ് ജ്ഞാനയോഗം? സത്യത്തിൽ ജീവന് യഥാർത്ഥത്തിൽ സംസാര ദുഃഖമില്ല. പക്ഷേ ഈ ജീവൻ ഭഗവാന്റെ മായയിൽ പ്രേരിതമായി ഈ ശരീരമാണ് താൻ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരീരത്തിനുണ്ടാകുന്ന ദുഃഖങ്ങളൊക്കെ തൻ്റെ ദുഃഖങ്ങളായിട്ട് തോന്നുന്നു. സാധാരണ രീതിയിൽ മനുഷ്യന് 3 അവസ്ഥകളാണുള്ളത്. ജാഗ്രത, ഉണർന്നിരിക്കുക, പിന്നെ സ്വപ്നം, സുഷുപ്തി. ഈ 3 അവസ്ഥയാണ്. ഇതിനപ്പുറത്തൊരവസ്ഥയുണ്ട്, അത് തുരീയാവസ്ഥയാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് ഇങ്ങനെ ഗ്രന്ഥങ്ങളൊക്കെ കേൾക്കാൻ പറയാമെന്നല്ലാതെ അനുഭവ തലത്തിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് കിട്ടിയിട്ടുള്ള ആളുകൾ വളരെ അപൂർവം ആളുകളേ ഉള്ളൂ. ഇവിടെ ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും, ഈ 3 സന്ദർഭങ്ങളിലും നമ്മുടെ ഉള്ളിൽ ചൈതന്യമായി നിത്യസാക്ഷിയായി ഭഗവാനുണ്ട്. അതുകൊണ്ടാണ് ജാഗ്രതും സുഷുപ്തിയും സ്വപ്നവും പോട്ടെ, സുഷുപ്തിയിലും നമ്മൾ സുഖമായി ഉറങ്ങി എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഉറങ്ങാത്ത ഒരു ഞാനുണ്ട്. ഞാൻ സുഖമായി ഉറങ്ങി. അപ്പൊ ഞാൻ ഉറങ്ങിയ ആ ഞാൻ എന്താണ്? അത് ശരീരമാണ്. നമുക്ക് വിശ്രമം കിട്ടാൻ വേണ്ടി ഈശ്വരൻ സങ്കല്പിച്ച ഒരു വഴിയാണ് ഉറക്കം എന്നത്. എന്നാൽ ആ ഉറങ്ങാതെ ഒരു ഞാനുണ്ട്. ആ ഞാനാണ് ഈ സുഖമായി ഉറങ്ങി ഞാൻ എന്ന് അറിയുന്ന ഞാൻ. ആ ഞാനാണ് ഈശ്വരൻ. അതാണ് യഥാർത്ഥമായിട്ടുള്ള ഞാൻ. ഈ 3 അവസ്ഥകളും ദേഹത്തിന്റെ ധർമ്മങ്ങളാണ്. 3 അവസ്ഥകൾക്കും സാക്ഷിയാണ് ഭഗവാൻ എന്ന് പറയുന്നു. ഈ രൂപം അനുഭവപ്പെടാൻ നിരന്തരം ഭഗവാന്റെ ശ്രവണ കീർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. സത്യം ബ്രഹ്മചര്യം ഇതിനെ ശീലിക്കണം. ഇങ്ങനെ ദേവഭൂതി ചോദിച്ചു, ഈ രീതിയിൽ തത്വചിന്ത കൊണ്ട് മോചനം കിട്ടിയാൽ തന്നെ വീണ്ടും ബന്ധം ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചപ്പോൾ കപില ഭഗവാൻ പറഞ്ഞു, യഥാർത്ഥത്തിൽ പ്രകൃതിയല്ല ദുഃഖത്തിന് കാരണം. പ്രകൃതിയിൽ നിന്ന് പുരുഷനെ വേർതിരിച്ചറിയാൻ സാധിക്കാത്തതുകൊണ്ടുള്ള ബന്ധമാണ് ദുഃഖത്തിന് കാരണം. നമ്മളൊരു വസ്തുവിനെ തെറ്റായിട്ട് ധരിക്കുന്നു, അതിനെ ശരിയായ രൂപത്തിലേക്ക് അറിയുമ്പോൾ പഴയത് തെറ്റാണ് എന്ന് ഉറപ്പുവരുന്നു. നമ്മൾ രാത്രി നടന്നു പോകുമ്പോഴാണ് കാലിൽ പാമ്പ് കടിച്ചു എന്ന് അറിയണം. പാമ്പ് കടിച്ചു ഉറപ്പിച്ചു. നമ്മൾ ഈ ഇരുട്ടുള്ള സ്ഥലമാണ്, അതുകൊണ്ട് അവിടെ കിടന്നിരുന്ന പാമ്പ് എൻ്റെ കാലിൽ കടിച്ചു എന്ന് പറഞ്ഞ് കരച്ചിലായി ഡോക്ടറുടെ അടുത്തേക്ക് എടുത്തുകൊണ്ടുപോയി. അവിടെ ചെന്നു, ഡോക്ടർ മുഴുവൻ പരിശോധിച്ചു. ഡോക്ടർ പറഞ്ഞു ഒന്നും സംഭവിച്ചിട്ടില്ല, പാമ്പ് കടിച്ചിട്ടില്ല. കടിച്ചു എന്ന് നിർബന്ധം എങ്കിൽ പോവാന്ന് പറഞ്ഞ് പാമ്പ് കടിച്ച സ്ഥലത്തേക്ക് ഇവർ വന്നു. ഈ പാമ്പ് അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ വന്ന് നോക്കി. ഇരുട്ടാണ്. കയ്യിലുണ്ടായിരുന്ന ടോർച്ചടിച്ച് നോക്കുന്ന സമയത്ത് അവിടെ ദാ കിടക്കുന്നു പാമ്പ്. പാമ്പല്ല, ഒരു വലിയൊരു കയറ്. ആ കയറിന്റെ അറ്റം കാലിന് തട്ടിയപ്പോഴാണ് കടിച്ചതായിട്ട് തോന്നിയത്. അതിനെ ഇരുട്ടത്ത് കണ്ടപ്പോ പാമ്പാണ് തോന്നി. ഇതേപോലുള്ള ഒരു അജ്ഞാനം നമ്മുടെ ഉള്ളിൽ ഇരുട്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇല്ലാത്തതിനെ ഉണ്ട് എന്ന് കരുതുകയും ഉള്ളതിനെ കാണാതിരിക്കുകയും ചെയ്യും. മായയുടെ ഈ ശക്തി വിശേഷം, ആവരണ ശക്തി, വിക്ഷേപ ശക്തി എന്നിങ്ങനെ 2 ശക്തികളുണ്ട്.
ഉള്ളതിനെ അറിയാതിരിക്കുകയും ഇല്ലാത്തതിനെ ഉണ്ട് എന്ന് തോന്നുകയും ചെയ്യുക. ഇത് എങ്ങനെയാണത് തീർക്കാൻ സാധിക്കുക? ആത്മസ്വരൂപത്തെ അറിഞ്ഞ് ബന്ധങ്ങളില്ലാതെയാവുമ്പോൾ മാത്രമേ സംസാര ദുഃഖം ഇല്ലാതെയാവുള്ളൂ. ഇതിനും ഏക പോംവഴി ഭഗവാന്റെ നാമജപം തന്നെയാണ് എന്ന് പറയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രകൃതികാര്യമായ ദേഹത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴും ദേഹധർമ്മങ്ങളായിട്ടുള്ള ദുഃഖങ്ങൾ നമ്മളെ ബാധിക്കില്ല. ഇങ്ങനെയുള്ള ആളുകളെയാണ് മുക്തന്മാരെന്ന് പറയാം. മുക്തന്മാരെ ഏതുപോലെയാണ്? കൊട്ടത്തേങ്ങ പോലെയാണ് എന്ന് പറയാം. കൊട്ടത്തേങ്ങയുടെ അവസ്ഥ നമുക്കറിയാം. ചിരട്ടയുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്, പക്ഷേ ചിരട്ട അതിനെ ബാധിക്കുന്നില്ല, സ്പർശിക്കുന്നില്ല. ഇതേപോലെ ദേഹത്തിൻ്റെ ഉള്ളിലിരിക്കുമ്പോഴും ആ ദേഹധർമ്മങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കണം എന്നാണ്. പിന്നീട് ധ്യാനയോഗത്തെ പറഞ്ഞു. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഇങ്ങനെ 8 അംഗങ്ങളോട് കൂടിയതാണ് ഈ ധ്യാനയോഗം. യമനിയമാദികൾ, അഹിംസ, സത്യം, അസ്തേയം. അഹിംസയും സത്യവും നമുക്കറിയാം. അസ്തേയം എന്ന് പറഞ്ഞാൽ സ്ഥേയമല്ലാത്തത്, മോഷണമല്ലാത്തത്. അപ്പം ഇത്തരത്തിൽ മറ്റുള്ളവരുടെ വസ്തുക്കൾ ആഗ്രഹിക്കാതിരിക്കുക, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക, അഹിംസയിലൂടെ സഞ്ചരിക്കുക, സത്യം പറയുക, ധർമ്മത്തിലൂടെ സഞ്ചരിക്കുക. ഇങ്ങനെ യമനിയമാദികൾ, ജപം, സ്വാധ്യായം തുടങ്ങിയ നിയമങ്ങൾ, ഇങ്ങനെ തുടർന്ന് ആസനജയം നേടണമെന്നാണ്. ഒരു സുഖാസനത്തിൽ പലതരത്തിലുള്ള യോഗാസനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ചില ആളുകളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ആസനത്തിൽ 3 മണിക്കൂർ നേരം നമുക്ക് ഇരിക്കാൻ സാധിച്ചാൽ ആസനജയം നേടി എന്ന് പറയാൻ സാധിക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടതാണ് പ്രാണായാമം. എന്തിനാണ് പ്രാണായാമം? നാഡീശുദ്ധി വരാൻ വേണ്ടിയിട്ടാണ് പ്രാണായാമം. അങ്ങനെ പ്രാണായാമം ചെയ്ത് നാഡീശുദ്ധി വരുത്തുക. പൂരകം, കുംഭകം, രേചകം എന്നിങ്ങനെ 3 തരത്തിലുള്ള ഭാവങ്ങളുണ്ട് പ്രാണായാമത്തിന്. അകത്തേക്ക് വലിക്കുക, പിടിച്ചു വയ്ക്കുക, പുറത്തേക്ക് വിടുക. അവിടെ 30 സെക്കൻഡാണ് അകത്തേക്ക് വലിച്ചതെങ്കിൽ വീണ്ടും ഒരു 30 സെക്കൻഡ് അവിടെ പിടിച്ചു വയ്ക്കുക. അതിൻ്റെ ആ ഇരട്ടി സമയമെടുത്ത് 1 മിനിറ്റ് കൊണ്ട് അത് പുറത്തേക്ക് വിടുക. ഇത് അനുലോമമായും പ്രതിലോമമായും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ പ്രാണായാമത്തിലൂടെ നാഡീശുദ്ധി വരും എന്ന് പറയും. പ്രത്യാഹാരം കൊണ്ട് വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ അന്തർമുഖമാക്കുക, ഭഗവത് സ്വരൂപത്തിലേക്ക് തിരിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. അതിനുവേണ്ടിയാണ് നമ്മളെ വിഗ്രഹങ്ങൾ വെക്കുന്നതും വിളക്ക് വെക്കുന്നതും ഒക്കെ. ഇതിനു വേണ്ടിയിട്ടാണ് മനസ്സിനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ പുറത്തേക്ക് ഇന്ദ്രിയങ്ങൾ പുറത്തേക്ക് തുറന്നു വെച്ചിരുന്നു. ബഹിർമുഖങ്ങളാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ, കണ്ണും കാതും ഒക്കെ. ഇതിനെയൊക്കെ അടച്ചു വെക്കാറാവണം. ഇപ്പൊ ധ്യാനത്തിനിരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുക? അർദ്ധനിമീലിത നയനങ്ങൾ എന്നാണ്. കണ്ണ് പാതി അടഞ്ഞുകൊണ്ട് സ്വനാസാഗ്രാമലോകനെ, അവനവന്റെ നാസികയുടെ അറ്റത്തേക്ക് നോക്കിയിരിക്കണം. കണ്ണുകൾ പൂർണ്ണമായിട്ട് അടച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? നമ്മൾ ഉറങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ധ്യാനനിരതരായിരിക്കുമ്പോൾ കണ്ണ് പാതിയെ അടയാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. പൂർണ്ണമായി തുറന്നു കഴിഞ്ഞാലോ മറ്റ് പലതും കണ്ട് ഈ കണ്ണ് നമ്മുടെ ബുദ്ധിക്ക് മെസ്സേജ് കൊടുക്കും. ഇത് കണ്ടോളൂ, ഇത് കണ്ടോളൂ. അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയിരിക്കും. ഇതുകൊണ്ടാണ് ധ്യാനനിരതരായിരിക്കുമ്പോൾ പാതി അടഞ്ഞ മിഴികളോടുകൂടി ഭഗവാനെ വിചാരിച്ചുകൊണ്ട് മൂക്കിൻ്റെ അറ്റത്തേക്ക് നോക്കി അങ്ങനെ ഇരിക്കുക. അങ്ങനെ മൂക്കിൻ്റെ അറ്റത്തേക്ക് നോക്കിയിരുന്നാൽ മറ്റൊന്നും നമുക്ക് കാണില്ല, കണ്ണ് പൂർണ്ണമായിട്ട് അടയുകയില്ല. അങ്ങനെ ആ രീതിയിൽ ഇരുന്ന് ധ്യാനം തുടങ്ങുക. അപ്പോൾ മനസ്സ് ഭഗവത് സ്വരൂപത്തിലേക്ക് തിരിഞ്ഞൊഴുകുന്നതിന് ധാരണ. അത് കഴിഞ്ഞാലോ പിന്നെ ധ്യാനം. ധ്യാനം കഴിഞ്ഞാൽ ഞാൻ ധ്യാനിക്കുന്നു. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ധ്യാനിക്കുന്ന സമയത്ത് ആദ്യം എന്താ? ഏത് രൂപത്തിലാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ രൂപത്തിൽ ധ്യാനിച്ചോളൂ. ഉണ്ണികൃഷ്ണനായിട്ടാണെങ്കിൽ അങ്ങനെ, മഹാദേവനായിട്ടാണെങ്കിൽ അങ്ങനെ, ദേവിയാണെങ്കിൽ അങ്ങനെ, ഏതാണോ നിങ്ങൾക്കിഷ്ടം ആ രൂപത്തിൽ ധ്യാനിക്കാം. ധ്യാനത്തിൻ്റെ രൂപമാറ്റം ഒരിക്കലും നമ്മളെ ആ ഭഗവത് സന്നിധിയിൽ എത്തിക്കുന്നതിന് തടസ്സമാവില്ല എന്നാണ്. കാരണം ഒരേ വസ്തുവിനെ തന്നെയാണ് പലതായി പറയുന്നത് എന്ന് തന്നെ. ഇപ്പോൾ വെള്ളം എന്ന് പറഞ്ഞാലും പാനി എന്ന് പറഞ്ഞാലും അതല്ലെങ്കിൽ തണ്ണി എന്ന് പറഞ്ഞാലും വാട്ടർ എന്ന് പറഞ്ഞാലും ഈ വെള്ളത്തിന് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? വെള്ളത്തിന്
ഒരു വ്യത്യാസം വരുന്നില്ല. വെള്ളം വെള്ളമായിട്ട് തന്നെ നിൽക്കുന്നു. ഇതേപോലെ നമ്മൾ ഏത് രൂപത്തിൽ ധ്യാനിക്കുന്നു എന്നുള്ളത് പ്രശ്നമല്ല, ഭഗവാനെ ധ്യാനിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ ധ്യാനിച്ച് കേശാദിപാദം പാദാദികേശം ഭഗവാനെ ധ്യാനിക്കുമ്പോൾ ഞാൻ ഭഗവാനെ ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എന്ന വിചാരത്തിലാണ് നമ്മൾ ധ്യാനം തുടങ്ങുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഈ ഞാൻ എന്നുള്ള ചിന്ത ഇല്ലാതെയാവും. അത് കഴിയുമ്പോൾ ധ്യാനിക്കുന്നു എന്നുള്ള കർമ്മവും നശിക്കും. പിന്നെ ഭഗവാനും താനും ഒന്നു തന്നെ എന്ന ബോധ്യത്തിലേക്ക് ഒരു സാധകൻ എത്തിച്ചേരും. അങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സമാധി എന്ന നിലയിലേക്ക്, പരമമായ നിർവൃതിയിലേക്ക്, സമമായ ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി സമമായിരിക്കുന്ന ഒരവസ്ഥ. എന്നാൽ ഈ സമാധിയിലെത്തിയിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ വീണ്ടും ഇതേ പടവുകൾ കയറി വീണ്ടും സമാധി എന്ന നിലയിലേക്ക് എത്തുകയാണ് വേണ്ടത്. ഒരർത്ഥത്തിൽ എളുപ്പത്തിൽ മനസ്സിലാവണമെങ്കിൽ പാമ്പ് ഗോളിയൊക്കെ കളിക്കുന്നത് പോലെയാണ് അല്ലെ. 100-ലെത്തിക്കഴിഞ്ഞാലേ നമ്മൾ സമാധിയിലേക്ക് എത്തി എന്ന് പറയാൻ പറ്റുള്ളൂ. അതിനിടയിൽ എന്തുണ്ടാവും? ഇടയിൽ ചിലപ്പോൾ ആ 6ാമത്തെ പടിയിലോ 7ാമത്തെ പടിയിലോ ഒക്കെ വെച്ചിട്ട് വലിയ ഈ വിഷയങ്ങളാകുന്ന സർപ്പങ്ങൾ കടിക്കും. 98 എന്നൊരു സർപ്പം കടിച്ചു, പിന്നെ അവിടെ പോയി നിന്നു, 9 പോയി നിന്നു, പിന്നെ വീണ്ടും കയറി വരും. ഇതേപോലെ നമുക്കും വീഴ്ചകൾ ഉണ്ടാവാം. ഒരിക്കൽ സമാധിയിലേക്ക് എത്തി എന്ന് പറഞ്ഞൊരു കാര്യമില്ല, വീണ്ടും താഴേക്ക് പോരും. അതുകൊണ്ട് നിത്യമായി ഇത് അഭ്യസിച്ചുകൊണ്ടിരിക്കണം. ഇതാണ് ധ്യാനയോഗത്തിൻ്റെ പ്രത്യേകത. അത് കഴിഞ്ഞപ്പോൾ ധ്യാനയോഗത്തെ അവിടെ സൂചിപ്പിച്ചിട്ട് പറഞ്ഞു. അടുത്തതായി ഭക്തിയോഗത്തെ കുറിച്ച് പറയുക. ഭക്തിയോഗം പല തരത്തിലുണ്ട് അമ്മേ എന്ന് പറഞ്ഞു. ഏതൊക്കെ തരത്തിലുള്ള ഭക്തിയാണ്? അവിടെ നിഷ്കാമമായ ഭക്തിയിലേക്ക് എത്തുകയാണ് വേണ്ടത്. അതിന് മുന്നോടിയാണ് തമോ ഗുണാധിക്യമുള്ള ഭക്തി, താമസഭക്തി, രാജസഭക്തി, സാത്വിക ഭക്തി, നിഷ്കാമ ഭക്തി. ഇപ്പോ പ്രാകൃത ഭക്തി എന്ന് കൂടി പറയാറുണ്ട് താമസഭക്തിക്ക്. അധമ ഭക്തി എന്നല്ല, പ്രാകൃത ഭക്തി. കാരണം എന്താ? അവിടെ ഭക്തിയുണ്ട്, പക്ഷെ അത് കുറച്ച് പ്രാകൃതമാണ്. മറ്റുള്ളവരെ ദ്രോഹിക്കാനൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഭക്തിയാണ് പ്രാകൃത ഭക്തി. എന്നാൽ രാജസഭക്തി അവരവന് സുഖമുണ്ടാവണം എന്നാഗ്രഹിച്ചുകൊണ്ടുള്ള ഭക്തിയാണ്. നമ്മൾ സ്വയമേവ ഒരു ചാർട്ട് തയ്യാറാക്കുക. എന്നിട്ട് നമ്മളുടെ ഭക്തി ഏതിൽ വരുന്നു, ഓരോ കാര്യങ്ങൾ നോക്കാം. ഭക്ഷണം, ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണമാണ് ഇഷ്ടം, ആ ഭക്ഷണം ഏത് ഭക്തിക്ക് കാരണമായിട്ട് തീരും. മദ്യമാംസാദികളൊക്കെ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏതുതരം ഭക്തിയിലേക്ക് നമ്മൾ എത്തിക്കും? തമോ ഗുണാധിക്യമുള്ള ഭക്തിയിലേക്ക്. തമോ ഗുണത്തിന്റെ പ്രത്യേകത മടി, ഉറക്കം, ഇതൊക്കെ തമോ ഗുണത്തിന്റെ പ്രത്യേകതകളാണ്. എന്നാൽ രജോ ഗുണാധിക്യം, ഇവിടെയും അത് ഭക്ഷണ പദാർത്ഥങ്ങളുടെ വ്യത്യാസം, ചിന്തകളിലുള്ള വ്യത്യാസം ഒക്കെ ഇവിടെയും വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് സാത്വിക ഭക്തി. അതിനേക്കാൾ ഏറ്റവും നല്ല ഭക്തി എന്ന് പറയുന്നത് നിഷ്കാമമായ ഭക്തിയാണ്. ഒന്നും ആഗ്രഹിക്കാതെ നിർഗുണ ഭക്തി. നാഗപൃഷ്ഠം എന്നുവെച്ചാൽ പാരമേഷ്ഠ്യം, ന സാർവഭൗമം, ന രസാധിപത്യം, ന യോഗസിദ്ധി അപുനർഭവം വാ. മോക്ഷം പോലും ഇത്തരം ഭക്തന്മാർക്ക് ആവശ്യമില്ല. അവർക്ക് എന്തേ വേണ്ടൂ? ഭഗവാനെ മാത്രമേ വേണ്ടൂ. ഇങ്ങനെ ഭക്തിയില്ലാത്ത ആളുകൾ അവർക്ക് നരകദുഃഖം അനുഭവിക്കേണ്ടി വരും. ഈ നരകദുഃഖം അനുഭവിച്ച് പുണ്യപാപങ്ങൾ തുല്യമായി വരുന്ന സമയത്ത് വീണ്ടും പ്രാരബ്ധമനുസരിച്ച് നമുക്ക് മനുഷ്യജന്മം കിട്ടും. ആദ്യം വളരെ കൊള്ളക്കാലം, 7.5 കോടി വർഷക്കാലം വൃക്ഷലതാദികളായും പക്ഷിമൃഗാദികളായും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ മനുഷ്യജന്മം കിട്ടുക എന്നാണ് പറയുന്നത്. ഇപ്പോൾ അച്ഛൻ്റെ അല്ലെങ്കിൽ ആ പിതാവിൻ്റെ പുരുഷന്റെ രേതസ് അമ്മയുടെ ഗർഭപാത്രത്തിൽ അണ്ഡവുമായിട്ട് ചേരുന്നു. കലലം തു ഏകരാത്രേണ. ആദ്യത്തെ രാത്രിയിൽ അതിന് പേര് കലലം എന്നാണ്. പഞ്ചരാത്രേണ ബുദ്ബുദം, 5 രാത്രി കൊണ്ട് അതിന് പേര് ബുദ്ബുദം എന്നാവുന്നു. അത് കഴിഞ്ഞാൽ 5ാമത്തെ രാത്രിയിലേക്ക് എത്തുമ്പോഴേക്കാണ് അതൊരു അണ്ഡം പോലെയാവുക, ഒരു മുട്ട പോലെയാവുന്ന. 1 മാസമാകുമ്പോഴോ ശിരസ് ഉണ്ടാവും അതിന്.
രണ്ടാമത്തെ മാസത്തിൽ കൈകാലുകൾ ഉണ്ടാവും. മൂന്നാമത്തെ മാസത്തോടെ സ്ത്രീ പുരുഷ ഭേദം ഉണ്ടാവുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? എത്രയോ കാലം മുമ്പ് എഴുതിയ ആ ഭാഗവതത്തിൽ ഋഷീശ്വരന്മാർ പറയുന്നു, മൂന്നാമത്തെ മാസത്തിൽ സ്ത്രീ പുരുഷ ഭേദം ഉണ്ടാവുന്നു. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും, അല്ലേ? അത് കഴിഞ്ഞാലോ നാലാമത്തെ മാസത്തിലേക്ക് എത്തുമ്പോൾ സപ്തധാതുക്കൾ ഉണ്ടാവുന്നു. അഞ്ചാമത്തെ മാസത്തിലേക്ക് എത്തുമ്പോൾ വിശപ്പും ദാഹവും ഉണ്ടാവുന്നു. ആറാമത്തെ മാസത്തിൽ ജരായുവിനാൽ മൂടപ്പെടുന്നു. ഒരു നേർത്ത ലോലമായ ഒരു ചർമ്മം കൊണ്ട് ഈ കുഞ്ഞിനെ മൂടുന്നു. അങ്ങനെ ജരായുവിനാൽ മൂടപ്പെട്ട് അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരംശം അമ്മയുടെ പൊക്കിൾക്കൊടിയിലൂടെ കുഞ്ഞിലേക്ക് എത്തിച്ചേരുന്നു. അമ്മ എന്താണോ കഴിക്കുന്നത് അതിൻ്റെ സ്വഭാവം കുഞ്ഞിലും ഉണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് ഭാഗവതം ഓർമ്മിപ്പിക്കുന്നു. കഴിക്കുന്ന വസ്തുക്കൾ സാത്വികമായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുഞ്ഞും സത്വഗുണ പ്രധാനിയായിട്ട് തീരും. ആധുനിക ലോകം പറഞ്ഞു തരുന്നുണ്ട്, നമ്മൾ നല്ല പാട്ടൊക്കെ കേൾപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് പാട്ടിലൊക്കെ കമ്പുണ്ടാവും, താല്പര്യം ഉണ്ടാവുന്നു. ഇതേപോലെ ഏതാണോ നമ്മൾ അമ്മ കേൾക്കുകയും അമ്മ അനുഭവിക്കുകയും ചെയ്യുന്നത് അതൊക്കെ കുട്ടിക്കും അനുഭവമായി മാറും. പ്രഹ്ലാദന്റെ കഥയിൽ നമ്മൾ നാളെ കേൾക്കും, നൈസർഗികീയം മതിരസ്യ രാജൻ. കയാധുദേവിയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ ഭഗവത് കഥകളെ കേട്ടതുകൊണ്ട് പ്രഹ്ലാദനും ജനിച്ചപ്പോൾ തന്നെ ഭഗവാനിൽ ഭക്തിയുള്ളവനായി മാറി. ഇപ്പൊ കഴിക്കുന്ന വസ്തുക്കളുടെ പ്രത്യേകത, അല്ലേ? കഴിക്കുന്ന ഓരോ വസ്തുക്കൾക്കനുസരിച്ചാണ് കുട്ടികളുടെ സ്വഭാവം രൂപപ്പെടുക. നീ ഒരുമാതിരി പോത്തിന്റെ പോലെ എൻ്റെ അടുത്ത് പെരുമാറരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം അതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വഭാവമൊക്കെ ഉണ്ടാവുന്നു. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. അത് കഴിയുമ്പോഴോ ഈ അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ എരിയും പുളിയും ഒക്കെ നേരത്തെ വളരെ ലോലമായിട്ടുള്ള ചർമ്മമാണ്. അതിൽ തട്ടുമ്പോൾ വല്ലാതെ വിഷമിക്കും, വേദനിക്കും, അതിൻ്റെ ഉള്ളിൽ കിടന്നിങ്ങനെ പെടയും. അച്ഛൻ്റെ സ്വഭാവമുണ്ട്, ചവിട്ടനുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വേദനിച്ചിട്ട് പെടയ്ക്കുകയാണ് അവിടെ. ശകുന്തൈവ പഞ്ചരേ എന്നാണ്. ഇതുപോലെ ശകുന്ത പക്ഷി ഈ കൂട്ടിൽ കിടക്കുന്ന പക്ഷിയെ പോലെയാണ് അവസ്ഥ. അമ്മയുടെ ദുഃഖത്തെക്കുറിച്ച് ശങ്കരാചാര്യ സ്വാമികൾ വരെ എഴുതിയിട്ടുണ്ട്. ഭാഗവതം പറയുന്നു, അമ്മയ്ക്ക് മാത്രമല്ല ദുഃഖം, വലിയ ദുഃഖം അനുഭവിക്കുന്നുണ്ട് അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള ആ കുഞ്ഞ്. ആ കുഞ്ഞ് ഭഗവാനോ സ്തുതിക്കുന്നു. ആ സമയത്ത് എന്താ ഭഗവാനോട് പറയാണ്? ഭഗവാനെ ജന്തുരുവാചാണ്. അപ്പൊ ജന്തുവായിട്ടാണ് ഉള്ളിൽ കിടക്കുന്നത്. പിന്നീട് സംസ്കാരത്തിലൂടെയാണ് നമ്മൾ മനുഷ്യ ഭാവത്തിലേക്ക് ഒക്കെ എത്തുന്നത്, അല്ലെങ്കിൽ എത്തേണ്ടത്. ഏതായാലും ആ ജീവൻ ഭഗവാനോട് പ്രാർത്ഥിക്കും, എന്നെ ഈ ഗർഭവാസ ദുരിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് വിടണേ. അങ്ങനെ ആ ആഗ്രഹത്തിന് ഭഗവാന്റെ അനുഗ്രഹം. പ്രസൂതിമാരുതന്റെ ഗർഭവായുവിന്റെ തള്ളലിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കുഞ്ഞ് ആദ്യം തന്നെ പറയും, ഇല്ല ഇല്ല ഇല്ല. കരയണത് അങ്ങനെയാണ്, അല്ലേ? ഞാൻ ഈ പറഞ്ഞതൊന്നുമില്ല, അവിടുത്തെ ഭജിക്കലൊന്നുമില്ല. കുട്ടിക്കാലം മുതൽ ഏകദേശം പ്രായമാകുന്നത് വരെ ഞാൻ ഒരുപാട് പാപങ്ങളൊക്കെ ചെയ്ത് അവസാനം വീണ്ടും ഭഗവാനെ വിളിക്കും. ചില ആളുകൾക്ക് അപ്പോഴും വിളിക്കാൻ പറ്റില്ല. ഇന്ദ്രിയങ്ങൾക്കൊക്കെ ശക്തിയുള്ള സമയത്താണ് അതൊക്കെ ചെയ്യേണ്ടതെന്നാണ്. അതുകൊണ്ടാണ് പ്രഹ്ലാദൻ പറയുന്നത്, കൗമാര ആചാര്യയിൽ കുട്ടിക്കാലം മുതൽ തന്നെ 5 വയസ്സിൽ തന്നെ ഭഗവത് ഭജനം ആരംഭിക്കുന്നത്. നമ്മൾ അങ്ങനെയല്ല പൊതുവില്. എല്ലാം കഴിഞ്ഞ് റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഭാഗവതം എടുക്കണോ എന്ന് സംശയം. പണ്ടൊക്കെ ഷഷ്ടിപൂർത്തിക്കുള്ള ഒരു സമ്മാനമായിരുന്നു ഭാഗവത പുസ്തകം. ഇപ്പോൾ പിന്നെ കുറേ അങ്ങനെ ഇല്ലാതെ ആയിട്ടുണ്ട്. പുസ്തകം വാങ്ങലെങ്കിലും ഉണ്ട്, എവിടെയെങ്കിലും വെക്കുന്നു മാത്രമേ ഉള്ളൂ. കുട്ടിയുടെ അടുത്ത് ചോദിച്ചു, രാമായണത്തിൽ എന്താ ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, റേഷൻ കാർഡ് ഉണ്ട്, ഐഡന്റിറ്റി കാർഡ് ഉണ്ട്. കാരണം കുട്ടി അതേ കണ്ടിട്ടുള്ളൂ, ഈ രാമായണത്തിനുള്ളിൽ വേറെ വല്ലതും ഉണ്ട് എന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. അതൊക്കെ സൂക്ഷിക്കാനുള്ള സ്ഥലമായിട്ട് നമ്മൾ മാറ്റാറുണ്ട് ചിലപ്പോൾ. ഇപ്പൊ കർക്കിടക മാസത്തിൽ മാത്രം മതി രാമായണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. രാമായണം, അല്ലേ? രാമായണം, രാ എന്നുള്ളതിന് ഇരുട്ട് എന്നൊക്കെ ഒരർത്ഥം പറയാറുണ്ട്. ഇരുട്ട് മാറണമെങ്കിൽ, മായണമെങ്കിൽ എപ്പോഴും ദീപം കയ്യിലുണ്ടാവണം. ഭക്തിയാകുന്ന ദീപം എപ്പോഴും തെളിച്ച് കയ്യിൽ പിടിച്ചാൽ. പിന്നെ ഈ കുട്ടി വളരും തോറും അഹങ്കാരം കുട്ടിക്ക് വർദ്ധിച്ചു വരും. കുട്ടിക്ക് അങ്ങനെ ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ അഹങ്കാരം വർദ്ധിപ്പിക്കാൻ പാകത്തിന് അവരൊക്കെ പറഞ്ഞു കൊടുക്കും. കുട്ടി ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ എൻ്റെ എന്നൊന്നും പറയില്ല.
പക്ഷെ നമ്മൾ പറഞ്ഞ് ശീലിപ്പിക്കും. എൻ്റെ അമ്മയാണ്, എൻ്റെ വീടാണ്, എൻ്റെ ഉടുപ്പാണ്, ഇങ്ങനെ എൻ്റെ എന്നുള്ളതിന് എന്തോ ഒരു വലിയ പ്രാധാന്യമുള്ളതായിട്ട് കുട്ടിക്ക് തോന്നും. അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവരെക്കാൾ ഞാൻ കേവനാണ് എന്നുള്ള അഹങ്കാരം കുട്ടിയിൽ വന്നു ചേരും. അങ്ങനെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ? ഒന്നും പറയാൻ നിവൃത്തിയില്ല, വെറുതെ കരയും മാത്രമേ നിവൃത്തിയുള്ളൂ. അമ്മയ്ക്ക് മനസ്സിലായാൽ ആ കരച്ചിൽ മാറും. അമ്മ വിചാരിക്കണത് എന്താ, വിശന്നിട്ടാണ് കരയണത്. ഉടനെ തന്നെ പാല് കൊടുക്കും, കുട്ടി വീണ്ടും കരയും. അങ്ങനെ അമ്മ കുറേ പാലൊക്കെ കൊടുത്തു, ഒരു നിവൃത്തിയില്ല, കരച്ചിൽ നിർത്തുന്നില്ല. അവസാനം ഒന്ന് തിരിച്ച് നോക്കിയപ്പോൾ പുറകില് ഒരു കട്ടുറുമ്പ് കടിച്ചിരിക്കും. ഇതാണ് പ്രശ്നം. ഇതേപോലെ ഒന്നും ചെയ്യാനാവാതെ എല്ലാ ദുഃഖങ്ങളും അനുഭവിച്ചുകൊണ്ട് അങ്ങനെ കഴിയേണ്ടി വരും. ഒരു നേരം പോക്ക് കഥ പറയാറുണ്ട്, മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഈ മനുഷ്യന് ഇത്രയൊന്നും ആയുസ് ഉണ്ടായിരുന്നില്ലാത്ത ഒരു കാലത്ത്, ആയുസ് വളരെ കുറവായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നു മനുഷ്യൻ. കുറച്ച് ആയുസ് കിട്ടാൻ എന്താ വഴി? ബ്രഹ്മാവ് പറഞ്ഞു, ഇനിയിപ്പോൾ കൊടുത്തത് വേണമെങ്കിൽ ആരുടെ കയ്യിൽ നിന്നും വേണമെങ്കിൽ മേടിച്ചോളൂ, ഇവിടെ ബാക്കിയൊന്നുമില്ല, എല്ലാവർക്കും കൊടുത്തു. ഇന്ന ആളുകൾക്ക് ഇന്നമാരിക്കും കൊടുത്തിട്ടുണ്ട്. ഭൂമിയിൽ ചെന്ന് ആരോടെങ്കിലും ചോദിച്ചു നോക്കൂ, തന്നാ മേടിച്ചോളൂ. ഇങ്ങനെ മനുഷ്യൻ ചെന്ന് ഭൂമിയിൽ വന്ന് നോക്കിയപ്പോൾ ഒരാള് ഏകദേശം തന്റെ മാതിരിയൊക്കെ ഉണ്ട്, പക്ഷേ മുഖമൊക്കെ കുറച്ച് കൂർത്തിരിക്കുന്നുണ്ട്, പല്ലിടിച്ച് കാണിക്കുന്നുണ്ട്, ഒരു വാലുണ്ട്. അയാളോടാണ് ആദ്യം ചോദിച്ചത്. അയാൾ പറഞ്ഞു, പകുതി ഞാൻ തരാം, പക്ഷേ എൻ്റെ ആയുസ് എന്നെ പോലെ ജീവിച്ചോളണം. ഓ ശരി പറഞ്ഞു, ആയുസ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് സമ്മതിച്ചു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും നടത്തുന്നോളൂ. അപ്പോഴാണ് ഒരാൾ വരുന്നു, ചാടിയാണ് വരുന്നത്. അയാളോട് ചോദിച്ചു. അയാൾ പറഞ്ഞു, എൻ്റെ പേര് കുതിര എന്നാണ്, വേണമെങ്കിൽ ആയുസ് തരാം. അങ്ങനെ കുതിരയിൽ നിന്ന് ആയുസ് വാങ്ങി. പിന്നെ വേറൊരാള് കുതിര തന്നെയാണെന്നാണ് കരുതിയത്. അപ്പൊ കുതിരയല്ല, അത്ര ചാട്ടമൊന്നുമില്ല, പുറത്ത് വലിയൊരു ഭാരമൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്, കഴുത എന്നാണ് പേരെന്ന് പറഞ്ഞു. എന്നാൽ കഴുതയുടെ നിന്ന് കുറച്ച് വാങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഒരാൾ കുറച്ചും കൊണ്ട് ചാടി വരുന്നു, അയാളിൽ നിന്നും കുറച്ച് ആയുസ് വാങ്ങി. പിന്നെ അത് കഴിഞ്ഞപ്പോ മറ്റൊരാള് ഒരു കൂമനെ കണ്ടു, അയാളിൽ നിന്നും കുറച്ച് ആയുസ് വാങ്ങി. ഇപ്പൊ ഏകദേശം വലിയ കുഴപ്പമില്ലാണ്ട് ആയിത്രേ. പിന്നെയും ആയുസ് വാങ്ങിയിട്ടുണ്ടാവും. ചില ആളുകളുടെ ആയുസൊക്കെ കാണുമ്പോൾ ചില ആളുകളൊക്കെ പാമ്പിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ആയുസ് വാങ്ങിയിട്ടുണ്ട് തോന്നും ഇല്ലേ? റോട്ടിലൊക്കെ വീട് കിടക്കുന്നത് കാണാം, എഴഞ്ഞ് നടക്കുന്നതൊക്കെ കാണും. അവരൊക്കെ പാമ്പിന്റെ ആയുസ് ജീവിതത്തിൽ കൊണ്ടുവന്ന ആളുകളാണ്. ഇങ്ങനെ ഈ ആയുസ് വാങ്ങിയ മനുഷ്യൻ അങ്ങനെ ജീവിക്കാൻ തുടങ്ങുന്ന ആദ്യത്തെ കുറച്ചു കാലം അവിടെ ഇരിക്കാൻ പറഞ്ഞിരിക്കില്ല, ഇങ്ങോട്ട് ചാടുക, പല്ലടിച്ച് കാണിക്കുക, മുകളിൽ കയറുക, മറിഞ്ഞു വീഴുക. അങ്ങനെയാണ് കുറേ കാലം. പറയാറുണ്ട് അല്ലേ, എന്തിന്റെ കുറവാ? വാലിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. വാലിന്റെ കുറവ് മാത്രമേ ഉള്ളൂ, സ്വഭാവമൊക്കെ അതാണ്. അപ്പോ നരൻ എന്തായിത്തീരും? നരൻ ആയി മാറും. അങ്ങനെ കുറെ കാലം അങ്ങനെ ജീവിക്കും. അത് കഴിഞ്ഞ പിന്നെ കുതിരയെ പോലുള്ള ഓട്ടമാണ്. എങ്ങടാണ് ഓടണത് വെച്ചാൽ അറിയില്ല, അങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഓടി അവസാനം ഒരു വിവാഹമൊക്കെ കഴിയുമ്പോൾ പിന്നെ കുറെ കാലം കഴുതയെ പോലുള്ള അവസ്ഥയാണ്. അത് ആണാവട്ടെ പെണ്ണാവട്ടെ ഭാരം താങ്ങിക്കൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കുക. വേഷം കണ്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുതിരയാണെന്നൊക്കെ തോന്നും. പഴയ ഓജസ്സും തേജസ്സും ഇല്ല, ഈ കഴുതയെ പോലെ നടക്കണം. അടുത്തതായി പിന്നെ കഴുതയെ പോലെ നടക്കാനും വയ്യാതെയാകുമ്പോൾ പിന്നെ എന്താവും? ഉമ്മർക്ക് ചാരുകസേരമ്മ അങ്ങനെ കിടക്കും. ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഇവരെയൊക്കെ അങ്ങനെയാണ്. അപ്പൊ പിന്നെ പുറത്ത് ബോർഡ് വേണ്ട, ഇനിയിപ്പോ പട്ടിയെ നമുക്ക് വിൽക്കാം, കാരണം എന്താ? കാർന്നൂര് ഉമ്മർത്ത് കിടക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ പോലെയാണ്. ചിലപ്പോൾ ഒക്കെ കുട്ടികൾ ദേഷ്യം വരുമ്പോൾ പറയുകയും ചെയ്യും, കുരയ്ക്കാണ്ട് അവിടെ കിടന്നോളൂ എന്നൊക്കെ പറഞ്ഞൊന്നും വരും. അങ്ങനെ അവിടെ കിടക്കുന്നു. അത് കഴിയുമ്പോൾ പിന്നെ ഇവിടെ കിടക്കുന്നത് ഭംഗിയില്ല, കാരണം ചുക്കിച്ചൊടിഞ്ഞു, ആളുകളൊക്കെ വന്ന് കാണുമ്പോൾ തന്നെ ഒരു വൃത്തിയില്ല, വേഷം തന്നെ മഹാമോശം. അങ്ങനെ എന്ത് ചെയ്യും? പതുക്കെ എടുത്തുകൊണ്ടുപോയി അകത്ത് കൊണ്ടുപോയി കിടത്തുമ്പോൾ പിന്നെ ഈ കുടുംബത്തിൽ തന്നെ ആദ്യത്തെ ആളുകളുണ്ട്, അങ്ങോട്ട് ചാടലും ഇങ്ങോട്ട് ചാടലും ഒക്കെ ആയി നടക്കുന്ന ആളുകൾ. അവര് വന്ന് അപ്പൂപ്പ അമ്മൂമ്മയെ മുത്തശ്ശാന്നൊക്കെ വിളിക്കുമ്പോൾ എന്ന് പറഞ്ഞൊരു മോളൊക്കെ മാത്രമേ ഉണ്ടാവൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ പലപ്പോഴും നമ്മുടെ ജീവിതം മനുഷ്യനായി ജീവിക്കാതെ നമ്മൾ നശിപ്പിക്കുന്നു. യഥാർത്ഥ മാനുഷികമായ ചിന്തകളോ പ്രവൃത്തികളോ ഇല്ലാതെ നഷ്ടപ്പെടുന്നു. അവർക്ക് അവസാനം വരുമ്പോഴേക്കോ, അവസാനം വന്നു കഴിഞ്ഞപ്പോൾ മഹാപാപങ്ങൾ ചെയ്ത് വാർദ്ധക്യത്തിലേക്ക് എത്തി
വിചാരിച്ച കാര്യങ്ങൾ സാധിക്കണില്ല, രോഗങ്ങൾ, ആഹാരം കഴിക്കണം എന്നുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റില്ല, പഞ്ചസാര ഇട്ട് ചായ കുടിക്കണമെന്ന് മോഹം തുടങ്ങിയിട്ട് 10-25 കൊല്ലമായി കഴിക്കാൻ ഒരു നിവൃത്തിയില്ല. വല്ലപ്പോഴും കല്യാണത്തിന് പോകുമ്പോഴാണ് വെച്ചോളൂ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കഴിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആ വേണ്ടതൊക്കെ കഴിക്കണമെന്ന് മോഹം ഉണ്ടെങ്കിലും സാധിക്കില്ല. പണ്ട് കാലത്ത് കഴിക്കാൻ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് വാങ്ങാനുള്ള പണമില്ല. അത് കഴിഞ്ഞ് പണം ഉണ്ടായപ്പോഴേക്കോ അത് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. അപ്പൊ ഇങ്ങനെ ഈ തരത്തിൽ ദുഃഖങ്ങൾ അനുഭവിക്കുന്നു. വീട്ടുകാര് ഗംഭീരമായിട്ട് പഞ്ചാര പായസം ഉണ്ടാക്കുകയാണ്. എന്താ ചെയ്യുക ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. എന്താന്ന് ചോദിച്ചപ്പോ അച്ഛനത് അറിയണ്ടെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു കുറച്ച് വസ്ത്രം പുഴുങ്ങാനിട്ടേക്കാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് മകള് വന്നപ്പോ പറഞ്ഞു എന്തോ അതിന്നൊരു ആ ബന്ധത്തിനൊരു മാറ്റം ഉണ്ട്, എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഞാൻ എൻ്റെ ആ ഡ്രസ്സ് കൂടി അതിലിട്ടിട്ടുണ്ട് പുഴുങ്ങാൻ എന്ന് പറഞ്ഞു. എന്നുള്ളത് പോലെ ഇതൊക്കെ മോഹങ്ങളുണ്ടെങ്കിലും സാധിക്കില്ല. അസഹ്യമായ രോഗബാധ, അന്യരുടെ കീഴിലുള്ള ജീവിതം. പണ്ട് അങ്ങനെയായിരുന്നില്ല. പണ്ട് വീട്ടിലെ പുലിയായിരുന്നു. ഇപ്പോഴും പുലിയാണ്, ഇപ്പൊ കടലാസ് പുലിയാണെന്ന് മാത്രമേ ഉള്ളൂ. ആരും പറഞ്ഞാൽ കേൾക്കുന്നില്ല. ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ അവസാനം വരുമ്പോൾ സ്വന്തം എന്ന് വിചാരിച്ച് മുഴുവൻ നഷ്ടപ്പെടുന്നു. കഠിനമായ ദുഃഖമായി അങ്ങനെ മരണശൈലിയിൽ കിടക്കുന്നു. അവസാനം ഈ പാപങ്ങളുടെ ഫലമനുഭവിക്കാൻ അവര് നരകത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ വീണ്ടും കഴിയണം. സുഖദുഃഖങ്ങൾ, ആ പുണ്യപാപങ്ങൾ തുല്യമാകുന്ന സമയത്ത് വീണ്ടും നമുക്ക് ജന്മം കിട്ടും. ഇങ്ങനെ പുനരഭിജനനം, പുനരഭിമരണം, ജനന മരണ പ്രവാഹമാണെന്നാണ് സംസാര ചക്രത്തില്. അതിങ്ങനെ മുകളിലേക്ക് വരും. ചക്രം അങ്ങനെയാണ് അല്ലേ? പിന്നെ താഴേക്ക് വരും, വീണ്ടും മുകളിലേക്ക് വരും, വീണ്ടും താഴേക്ക് വരും. ഇതേപോലെ കപിലവാസുദേവൻ ഉപദേശിച്ചു. എന്നിട്ട് പറഞ്ഞു ഭക്തിയില്ലാതെ ഇനി എന്ത് കർമ്മം ചെയ്താലും അത് ദുഃഖത്തിലേക്ക് നമ്മളെ എത്തിക്കും എന്ന് പറയുന്നു. യജ്ഞദാനാദികൾ കൊണ്ട് ദേവന്മാരെയും ശ്രാദ്ധാദി പിതൃകർമ്മങ്ങൾ കൊണ്ട് പിതൃദേവന്മാരെയും തൃപ്തിപ്പെടുത്താം, അതാത് ലോകങ്ങളിലേക്ക് എത്താം. പക്ഷേ പുണ്യം തീർന്നാൽ താഴെ വരേണ്ടി വരും. എന്നാൽ ആ ഭഗവാന്റെ ലോകത്തിലേക്ക് എത്താൻ സാധിച്ചാൽ പിന്നെ ഒരു തിരിച്ചുവരവുണ്ടാവില്ല എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. പ്രേമഭക്തി ഉണ്ടാവുക. പ്രേമം എന്ന് പറഞ്ഞാൽ നിഷ്കാമമായ സ്നേഹം. ഇതിനാണ് പ്രേമം. സ്ത്രീ പുരുഷ ബന്ധത്തെയാണ് നമ്മൾ പ്രേമം എന്ന് പറയാറുള്ളത്. അതല്ല പ്രേമം. ഈശ്വരൻ ആയിട്ടുള്ള ജീവന്റെ ബന്ധമാണ് പ്രേമമായി മാറേണ്ടത്. അതുകൊണ്ടാണ് ഭഗവാൻ പ്രേമസ്വരൂപൻ എന്ന് പറയുന്നത്. നിഷ്കാമമായ സ്നേഹം. ആ കപിലോപദേശം ശ്രദ്ധിച്ചു കേട്ടു ദേവഹൂതി. കൃതാർത്ഥയായി തൻ്റെ പുത്രഭാവത്തിലിരിക്കുന്ന ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ദേവഹൂതി വീണ് നമസ്കരിച്ചു, പ്രാർത്ഥിച്ചു. തം ത്വാമഹം ബ്രഹ്മപരം പുമാംസം പ്രത്യക്സ്രോതസ്യാത്മനി സംവിഭാവ്യം സ്വതേജസാധ്വസ്തഗുണപ്രവാഹം വന്ദേ വിഷ്ണു കപിലം വേദഗർഭം എന്നിങ്ങനെ വീണ് നമസ്കരിച്ചു. ഭഗവാൻ ദേവഹൂതിയെ അനുഗ്രഹിച്ചു. അതിനുശേഷം യോഗീ സംഘങ്ങളോടുകൂടി അവിടുന്ന് യാത്രയായി എന്ന് പറയുന്നു. ദേവഹൂതിയുടെ ശരീരം ഒരു നദിയായി മാറി ഭഗവാന്റെ കരുണാസാഗരത്തിലേക്ക് ലയിച്ചു ചേർന്നു. ആ പ്രദേശം സിദ്ധപദം യത്ര സാ സംസിദ്ധിമുപേക്ഷി, എവിടെയാണോ ആ ദേവഹൂതിക്ക് സിദ്ധി ഉണ്ടായത് അല്ലെങ്കിൽ ഭഗവാന്റെ പാദത്തിലേക്ക് എത്തിയത്, ആ സ്ഥലം സിദ്ധപദം എന്ന് അറിയപ്പെടാൻ തുടങ്ങി എന്നും പറഞ്ഞു. ഒടുവിൽ പറഞ്ഞു യൈതമനുഷ്ണോദിയോഭിധത്തെ കപിലമുനേർമതമാത്മയോഗഗുഹ്യം ഭഗവതി കൃതധി സുവർണകേതാ ഉപലഭത്തെ ഭഗവൽ പദാരവിന്ദ്. ഭഗവാന്റെ ആ ഗരുഡവാഹനനായിരിക്കുന്ന ഭഗവാനിൽ നമുക്ക് ആ ഗതി ഉണ്ടാവും, ഭഗവാനിലേക്ക് ലയിച്ചു ചേരാൻ സാധിക്കും എന്ന ഫലശ്രുതി കൂടി പറഞ്ഞുകൊണ്ടാണ് കപിലേയം എന്ന ആ ഭാഗം അവിടെ സമർപ്പിക്കുന്നത്. അതോടുകൂടി തൃതീയ സ്കന്ധം പൂർത്തിയായി.